ഒരു ചെറിയ സംശയമാണ് എനിക്ക് ചോദിക്കുന്നത്. പ്രവാചകന്മാര് വഫാത്തിന് ശേഷം മൊയ്സത്ത് നിലനിൽക്കുന്നതിനുള്ള വ്യക്തമായ ഒന്ന് രണ്ട് തെളിവുകൾ പറഞ്ഞു തന്നാൽ ഉപകാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊയ്സത്ത് നിലനിൽക്കുന്നത് ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അത് തന്നെ പൊന്മുള ഉസ്താദും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിന് ശരിയായ തെളിവ് തന്നാൽ ഉപകാരം. വിഷയാവതരണം കേൾക്കാൻ പറ്റിയില്ല, ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അവിടുത്തെ വഫാത്തിന് ശേഷവും നിലനിൽക്കുമെന്നതിന് എന്താണ് തെളിവ്? ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്റെ സംശയം. സഹോദരനോട് തിരിച്ചൊരു കാര്യം അന്വേഷിക്കുന്നു. നിങ്ങൾ ഏത് വിഭാഗത്തിന്റെ പ്രവർത്തകനോ അല്ലെങ്കിൽ അനുഭാവിയോ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രവർത്തകനോ അനുഭാവിയോ ആണെങ്കിൽ, അഥവാ ഇവിടെ നിന്ന് ചർച്ച ചെയ്ത പൊന്മള വിഭാഗത്തിലെ അതല്ലെങ്കിൽ കാരന്തൂർ വിഭാഗത്തിലെ ആ വിഭാഗത്തിലെ വ്യക്തിയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുജാഹിദ് ഗ്രൂപ്പുകൾ ആണോ എന്ന് ആ സഹോദരൻ തന്നെ ഒന്ന് ടെക്സ്റ്റ് അടിച്ചാൽ നന്നായിരിക്കും. എന്താണ് മുജാഹിദാണ് അല്ലെ? ഏത് ഗ്രൂപ്പ് മുജാഹിദാണ്? ഏത് ഗ്രൂപ്പ് മുജാഹിദാണ് നിങ്ങള്? ഏത് ഗ്രൂപ്പ് മുജാഹിദാണ്? ആ സഹോദരൻ അടിച്ചാൽ മതി. ഹലോ, ഒഫുറാനൊരു ഡി സി ഉണ്ട് തോന്നുന്നു. ഒഫുറാൻ ഡി സി ആയിനാ തോന്നുന്നല്ലേ? അത് മൈക്ക് പോയതാ? ഡി സി ഏതാ? ഡി സി എന്നിട്ട് മറ്റാരും എം ടി താരിമി ആരെങ്കിലും മൈക്കിടിക്കേ? എം ടി താരിമൊക്കെ ഇല്ലേ? അല്ലെങ്കിൽ മറ്റേ ബഹുമാനപ്പെട്ട ജലീൽ താരിമി പലരുണ്ടല്ലോ. നിങ്ങളാരും മൈക്കിട്ട് സമയം കളയണ്ടായില്ല, വേഗം മറുപടി പറഞ്ഞിരിക്കേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിച്ച ചോദ്യകർത്താവ് ആരാണ് ചോദിച്ചത്? സണ്ണിമാൻ എന്നുള്ള ആളാണല്ലേ ചോദിച്ചല്ലേ? അല്ലേ? സണ്ണിമാൻ എന്ന് പറഞ്ഞ ആളല്ലേ ചോദിച്ചത്? ഹലോ, അതെ 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 അതെ. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഇമാമികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയുടെ വിശദീകരണമായിട്ട് പറയുന്നു, ലിഅന്ന മുഅ്ജിസാത്തിൽ അംബിയാഇ വ കറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിൻ. അംബിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും അത് അവരുടെ മരണത്തോടുകൂടി മുറിയുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീറുകളും ഈ കാര്യങ്ങൾ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്ന ആയത്ത മുൽക്കിഹി, താലൂത്ത് എന്നവരുടെ ഭരണത്തിന്റെ അടയാളം എന്ന് പറയുന്നത് താബൂത്തു, അവർക്കൊരു പെട്ടി വരലാണ്. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും വ ബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ. മൂസാ നബിയും ഹാറൂൻ നബിയും ഒഴിവാക്കിയിട്ട് പോയ ബഖിയ്യത്ത് അതിലുണ്ട്, റബ്ബിന്റെ വക്കൽ നിന്നുള്ള സക്കീനത്തും ആ പെട്ടിയിലുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് മഹാന്മാർ പറയുന്നു. അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയാണ്, വഹിയ മുഅ്ജിസത്തുൽ അംബിയാഇഹിം വ കറാമത്തുൽ ലിമുലൂകിഹിം. അത് അവരുടെ നബിമാർക്കുള്ള മുഅ്ജിസത്താണ്,
ആ നബിമാരിൽ വഫാത്തായി പോയ ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാം, ഹാറൂൻ നബി അലി ഇസ്ലാം, ഇവന്റെ പേരുടെയും തിരുശേഷിപ്പുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ലഭിക്കുന്ന ബർക്കത്തുകൾ, അതുകൊണ്ട് ലഭിക്കുന്ന വിജയങ്ങൾ, യുദ്ധത്തിലൊക്കെ അവർക്ക് ലഭിക്കുന്ന വിജയങ്ങളെല്ലാം തന്നെ അത് അവരുടെ നബിമാരുടെ, ആ പൂർവികരായ നബിമാരുടെ മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ അവരുടെ രാജാക്കന്മാരുടെ കറാമത്തുമായിരുന്നു. അപ്പോ ഇത് ഒരുപാട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയായിട്ട് ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റംലി ഇമാം പറയാണ്, ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതി ബിമൗതിഹിം അമ്മൽ അംബിയാഉ ഫലിഅന്നഹും അഹ്യാഉ ഫീ ഖുബൂരിഹിം യുസല്ലൂന വയഹജ്ജൂൻ. എന്നോ നബിമാർ അവർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർ നിസ്കരിക്കുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നു. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, നബിമാരുടെ ജസദുകൾ, ആ ജസദുകൾ അത് മണ്ണിൽ മറമാടപ്പെട്ടാലും അവരുടെ ശരീരങ്ങൾക്ക് ഒന്നും തന്നെ ഭൂമിയുടെ ഒരു നശിപ്പിക്കുന്ന പ്രവർത്തന, നശീകരണ പ്രവർത്തനത്തിനോ ഒരു വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിനോ ജീർണതക്കോ അവ വിധേയമാകുകയില്ല. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. അപ്പോ അമ്പിയാക്കളുടെ ശരീരം അത് ഭൂമി കൊണ്ട് ഇഫ്നാ ചെയ്യാൻ, നശിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സാധാരണത്തിന് വിപരീതമായൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങള്, ആ സംഭവങ്ങളെ കുറിച്ചാണല്ലോ മുഅ്ജിസത്ത് എന്ന് പറയുക, ഖർഖുൽ ആദത്ത്, അസാധാരണമായ സംഭവം. അപ്പോ നബിമാരുടെ മുഅ്ജിസത്തുകൾ അത് വഫാത്തോടുകൂടി പിന്നെ അവർ സാധാരണക്കാരെ പോലെയായി എന്നുള്ള വാദം തികച്ചും തെറ്റാണ്. അത് മഹാന്മാരായ ഇമാമുമാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം, ആ ആശയത്തിന്റെ ഇബാറത്തുകളാണ് ഇവിടെ നമ്മുടെ ആളുകൾ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ? അമ്മൽ അംബിയാഉ ഫലിഅന്നഹും അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂന വയഹജ്ജൂൻ കമാ വറദത് ബിഹിൽ അഖ്ബാർ വതകൂനു ഇഗാസത്തു മിൻഹും മുഅ്ജിസതൻ ലഹും. അവരുടെ വക്കൽ നിന്നുണ്ടാകുന്ന ഇഗാസത്തുകൾ, സഹായങ്ങൾ, അത് അവരുടെ ഒരു മുഅ്ജിസത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം. സഈദ് ബിൻ അബ്ദുൽ അസീസ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം അവിടെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? ഖാല ലമ്മാ കാന അയ്യാമുൽ ഹറ ലം യുഅദ്ദൻ ഫീ മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ. അയ്യാമുൽ ഹറ എന്ന് പറയുന്ന ആ കിരാതമായ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കാൻ പറ്റിയില്ല 3 ദിവസം. വലം യുഖം, അവിടെ ഇഖാമത്ത് കൊടുക്കാനും സാധിച്ചില്ല. വലം യബ്റഹ സഈദ് ബിൻ മുസയ്യിബ് അൽ മസ്ജിദ്, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദ് പള്ളിയിലായിരുന്നു. വകാന ലാ യഅരിഫു വഖ്ത الصلاة وكان لا يعرف وقت الصلاة إلا بهمهمة يسمعها من قبر النبي صلى الله عليه وسلم. لا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദത്തിലൂടെയായിരുന്നു നിസ്കാരങ്ങളുടെ സമയം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വിശദീകരിക്കുകയാണ്. അപ്പോ ചുരുക്കത്തിൽ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ അവരുടെ വഫാത്തോടുകൂടി നിലയ്ക്കുന്നു എന്നുള്ള വാദം അഹ്ലുസുന്നയുടെ അഖീദക്ക് വിരുദ്ധമായ വാദമാണ്. ഈ വാദം വെച്ചിട്ടാണല്ലോ നാദാപുരം പിന്നെ വാദപ്രതിവാദത്തിൽ അന്നത്തെ കെ മൗലവിയും കൂട്ടരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്തോട് വാദപ്രതിവാദം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പ്രസ്താവനയിൽ ഇന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീൻ എന്ന് പറഞ്ഞിട്ട് ലഅന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതി ബിമൗതിഹിം എന്നുള്ളത് ലാ കട്ട വളരെ പ്രമാദമായ ഒരു സംവാദം നാദാപുരത്ത് വെച്ച് നടന്ന സംവാദത്തിൽ ലാ കട്ടത് എന്തിനാണ്? ആ ഇബാറത്തിൽ ലാ കട്ടല്ലോ. അപ്പൊ ചുരുക്കത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഒരുപാട് തെളിവുകളെ കൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും എന്നാണ് ബഹുമാനപ്പെട്ട ആ ചോദ്യകർത്താവിനോട് പറയാനുള്ളത്. നമ്മൾ ഗഫൂർ അൻവരി ഉസ്താദ് അല്ലേ, ഗഫൂർ അൻവരി ഉസ്താദ് പിന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ വിശദമായിട്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമാം ദാരിമി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ സഈദ് മുസയ്യിബിന്റെ സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ സഈദ് ബിൻ മുസയ്യിബിന്റെ സംഭവം ഇബ്നു തൈമിയ തന്നെ തന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മനസ്സിലായോ? സഈദ് ബിൻ മുസയ്യിബിനുണ്ടായ ഈ അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ നിന്ന് കേട്ട അശരീരിയുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന്റെ സമയം നിർണ്ണയിക്കാൻ സാധിച്ചു എന്നുള്ള ഈ സംഭവം ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്തത്
അത് അൽ ഫുർഖാൻ ബൈന ഔലിയാ ഇർ റഹ്മാൻ വ ഔലിയാ ഇശ്ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യ തന്നെ അത് ഉദ്ധരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ നിഷേധിക്കുവാനോ തള്ളിക്കളയുവാനോ ഇവിടുത്തെ ഒരു കൂട്ടർക്കും സാധിക്കുകയില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ ചോദ്യകർത്താക്കൾക്ക് വീണ്ടും ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ബഹുമാനപ്പെട്ട സഹോദരൻ അബ്ദുള്ള കുമ്പഴ അസ്ലം കൊടുകൊള്ളിയൊക്കെ ഒന്ന് കൈ താഴ്ത്തായിരിക്കും നല്ലത്. നമ്മുടെ ഈ ചോദ്യകർത്താക്കളൊക്കെ നമ്മുടെ വഴി ഒന്ന് തുറന്നു കൊടുക്കണം. ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പഴ സാഹിബ് ഞാൻ പറഞ്ഞ കേൾക്കേണ്ടി ഒന്ന് കൈ താഴ്ത്തി. നമ്മുടെ ആളൊക്കെ ഒന്ന് കൈ താഴ്ത്തണം. കാരണം ചോദ്യകർത്താക്കൾക്ക് നമ്മൾ ഇവിടെ ആതിഥേയരാണ്, അവർ അതിഥികളാണ്. അതിഥികൾക്ക് മുൻഗണന, അതിഥികൾക്കാണ് ഇവിടെ മുൻഗണന. അതുകൊണ്ട് എല്ലാവരും കൈ താഴ്ത്തണം. ചോദ്യകർത്താക്കൾ മൈക്കിൽ വരട്ടെ. ഈ മുഹമ്മദ് ഇയാൾ ഷെയ്ഖ് ഉണ്ടല്ലോ, ഷെയ്ഖ് മൈക്കെടുക്കണ്ട. ഏത് ഷെയ്ഖ് ഉണ്ടല്ലോ, അയാൾ മൈക്കെടുക്കണ്ട. അയാൾ തൊള്ളേതൊന്ന് വിളിച്ചാറുള്ളൂ. ഇപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോഴേ അദ്ദേഹത്തിന് മൈക്കെടുക്കണ്ട. അടുത്ത മൈക്കെടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂജിതത്തിന് ഇപ്പോ റസൂൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂജിതത്തില്ല എന്ന് പറയുന്ന ആൾക്കാരും റസൂലുള്ളാന്റെ മുടിനെ റസൂലുള്ളാന്റെ മുടി കൊണ്ടുവന്ന് ഏതോ ഒരു മുടി കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ളാന്റെ മുടി ആണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഇവരെ പറ്റി നമ്മൾ ദീനിൽ എന്താണ് വിലയിരുത്തേണ്ടത്? വിദഇന്റെ ഏറ്റവും വലിയ ആൾക്കാരല്ലേ ഇവരൊക്കെ. കളവ് പറയുന്നവരൊക്കെ മുനാഫിക്കാണ്. റസൂലുള്ളാന്റെ മീതെ തന്നെ കളവ് പറയുന്നവരെ കുറിച്ച് എന്താ നമ്മൾ വിലയിരുത്തേണ്ടത്? ഞാൻ മൈക്കറിയിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് വളരെ കൃത്യമാണ്. ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദ് തന്റെ പ്രഭാഷണത്തിൽ അതിന്റെ ഗൗരവം വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനൻ നാർ. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ബോധപൂർവം ഈ കളവ് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ആളുകൾ അവര് വലിയ പാതകമാണ് ചെയ്യുന്നത്, വമ്പൻ പാതകമാണ് ചെയ്യുന്നത്. അക്ബറുൽ ഖബായിർ എന്നാണ് അതിനെ സംബന്ധിച്ച് മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവരതിൽ നിന്ന് എന്ത് ചെയ്യണം? പിന്മാറണം. അവരോടുള്ള നമ്മുടെ ആവശ്യപ്പെടൽ, നമ്മൾ അവരോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടുന്നാണോ ആ സാധനം കിട്ടിയതെങ്കിൽ അവിടേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി കഴുകി തങ്ങളുടെ ഹൃദയവും തങ്ങളുടെ കരങ്ങളും പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ച് ഇനി ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളെയും പ്രവർത്തനങ്ങളെയും നിരുപാധികം അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് അവരോട് നമുക്ക് പറയാനുള്ള നിർദ്ദേശവും അവരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യവും. അത് വലിയ തെറ്റാണ്. വെച്ചാൽ ഒരു മുസ്ലിം, നേരത്തെ ബാക്കി ഉസ്താദ് പറഞ്ഞ അതേ വാക്ക് തന്നെ ഉദ്ധരിക്കുകയാണ്, ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അത് നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുവാണ്. മൈക്കിൾ വിസിൽ. എന്താ ആർക്കും ചോദ്യം ചോദിക്കാനില്ലേ? ആർക്കും മൈക്ക് കിട്ടാത്ത പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും മൈക്ക് കിട്ടാത്ത പ്രശ്നമുണ്ടോ ഈ റൈസാന് ചെയ്തവരില്? അങ്ങണ്ട. ഈ താഹിമുക്ക അല്ലെ, താഹിമുക്ക, അതെ, വിഷാവതരണത്തോടു കൂടി എല്ലാ കാറ്റും പോയിക്കണേന്. വിഷാവതരണത്തോടു കൂടി എല്ലാ കാറ്റും പോയിട്ടുണ്ട്. കാരണം ചോദ്യം ചോദിക്കണേനൊക്കെ ഉള്ള ഉദ്ദേശ ചോദ്യങ്ങൾക്ക് വിഷാവതരണത്തോട് മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ് വിഷയം. താഹിം കാർഡ് ഉണ്ടാ? താഹിം കാർഡ് ഇല്ലെങ്കിൽ പറയൂ, അദ്ദേഹം അവിടെ ഉണ്ടാ? ഇല്ലെങ്കിൽ അദ്ദേഹം ഇല്ലല്ലോ അല്ലേ? അഡ്മിന്മാരാരും ഡോട്ട് ഇടണോ? ഇല്ലെങ്കിൽ അടുത്ത ആളുണ്ടാ? MM മുസ്തഫ ഉണ്ടാ? ടച്ച് ഡോട്ട് ഉണ്ടോ നോക്കണേ.
അൻവരി ഉണ്ടായിരുന്നല്ലോ, അൻവരി അവിടെ, അൻവരി നേരത്തെ മൈക്കെടുത്തപ്പോ പിന്നെ ഡി സി ആയി പോയി. അൻവരി നേരത്തെ മൈക്കെടുത്തപ്പോഴേക്കും ഡി സി ആയി പോയി. അദ്ദേഹം അവിടെ ഉണ്ടാ, ഇപ്പൊ വീണ്ടും ഡി സി ആയ ഉണ്ട്, ആളുണ്ട്. ഈ എം എം മുസ്തഫ മൈക്കെടുക്കണ്ട, എം എം മുസ്തഫ മൈക്കിടോ, എം എം മുസ്തഫ മൈക്കെടുക്കണില്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റാളുണ്ട്, അടുത്ത ആള് അനിയറ, എന്താണ് അദ്ദേഹം ഉണ്ടാ, അനിയറയിൽ ആടുണ്ടാ, മൈക്കെടുക്കണ്ട. മൈക്കെടുക്കണില്ലെങ്കിൽ വെറുതെ അവരുടെ ഡോട്ട് ഒഴിവാക്കരുത്, ഈ അവരുടെ ഡോട്ട് പിന്നെ ഒഴിവാക്കരുത്, വെറുതെ തമാശ അടിക്കാൻ നിൽക്കരുതല്ലോ. പിന്നെ അടുത്ത ആളുണ്ടാ, എന്താണ് ഡ്രീംസ്, നിയറയിൽ പുലിക്കുട്ടിന്റെ മൈക്ക് വേണ എടുത്തോളൂ. അതിനുശേഷം ഓഫർ ആൻഡ് മൈക്ക് എടുക്കും സാറിന്. അസ്സലാമലൈക്കും. പൊന്മള ഉസ്താദിന്റെ ആ ക്ലിപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരം കാലമായി ഇരു സമസ്തകളും ഒരുമിച്ച് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസയുടെ നിർവചനം തന്നെയാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള പല ക്ലിപ്പുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഇതുപോലെ സംഭാഷണങ്ങൾ, ഇതുപോലെ ഹക്ക് അദ്ദേഹം തുറന്നു പറയട്ടെ എന്ന് സർവശക്തനായ ജഗന്നിതാവായ അള്ളാഹുവിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടില്ലേ നിങ്ങളൊരു സന്തോഷം, മുജാഹിദിന്റെ സന്തോഷമാണത്. സംഭവം കറക്റ്റാണ്. പക്ഷെ നമ്മളിപ്പോ പറയാതിരിക്കുന്നത് നിവൃത്തിയില്ലല്ലോ. അദ്ദേഹം ഇസ്തിഹാസ തന്നെയാണ് തകർത്തത്. ഇസ്മായിൽ മുസ്ലിം അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ സുലൈമാൻ സക്കാഫി മാലിയക്കൽ എഴുതിയത് വളരെ കൃത്യമാണ്. ഇസ്തിഹാസ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും അവർ സഹായിക്കുമെന്ന ഉദ്ദേശത്തിൽ അവരോട് ചോദിക്കുന്ന സഹായ അഭ്യർത്ഥനയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് ഇപ്പോൾ സത്യത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഏതായാലും മുജാഹിദിന് ഒരാളെ കിട്ടി എന്ന് പറയാതിരിക്കാൻ നിവൃത്തില്ല. ആ കാര്യത്തിൽ പൊന്മളെ നിങ്ങളിലേക്ക് ലഭിച്ചതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. പക്ഷെ പൊന്മളന്റെ ഒരു അവസ്ഥകൾ അറിഞ്ഞാൽ സത്യത്തിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ഒഴിവാക്കേണ്ടി വരും എന്ന് മാത്രം വിശദീകരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഡോട്ട് ഒന്ന് ഒഴിവാക്കേ, ഡോട്ട്. അടക്കം പറഞ്ഞു മുസ്ലിം തങ്ങളുടെ ഷാരോ മുബാറക്ക് കത്തിയിലാണ് എപ്പിസോഡ് അടക്കം പറഞ്ഞു. എപ്പിസോഡ് പരസ്യമാക്കി പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, തിരികേശം കത്തിയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാണല്ലോ. ഞാനത് സുൽത്താനൂരിൽ പാർട്ടി ഓടിയിട്ട് ഞാൻ കത്തിച്ചു, അത് കത്തി. ഞാൻ യോജിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. കാരണം കത്തിയില്ലാതെ സുൽത്താൻ അയത്ത് കണ്ട കാരണം കത്തിയില്ലാതെ സുൽത്താൻ അയത്ത് കണ്ട ഞാൻ യോജിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. ഒഫൂറൻവരി മൈക്ക് വരണം. ഒഫൂറൻവരി മൈക്ക് എടുത്ത് നേരത്തെ മുജാഹിദായ ആളുണ്ടല്ലോ പൊന്മളയുടെ ആ പൊന്മള പറഞ്ഞതിൽ നന്ദി അറിയിച്ച ആളുണ്ടല്ലോ, അയാൾക്കൊന്ന് മറുപടി കൊടുക്കണം. ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഏതായിരുന്നാലും ഈ സുന്നി എന്ന് പറയപ്പെടുന്ന ഈ ആളുകളെ കൊണ്ട് എന്ത് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണ്. ഇതാണ് ഇവരെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ലഭിക്കുന്ന സംഭാവന. പക്ഷേ ഇദ്ദേഹം ഇതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഒരു കാര്യം അന്വേഷിക്കാനുണ്ട്.
നിങ്ങൾ തുടക്കത്തിലും സലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും സലാം പറഞ്ഞു. ഞങ്ങൾ പൊന്മളയെ പോലെയല്ല. തീർച്ചയായും അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ, അവിടുത്തെ ഖുസൂസിയത്തുകൾ അവിടുത്തെ വഫാത്തോടുകൂടി തീരുകയില്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ആരുടെ മുന്നിലും അത് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതുപോലെയുള്ള മഹാന്മാരാകുന്ന അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടാമെന്ന് വിശ്വസിക്കുന്ന, അത് സലഫുസാലിഹീങ്ങളുടെ പ്രവർത്തനമാകുന്നു എന്ന് വിശ്വസിക്കുന്ന, അത് സമർപ്പിക്കുന്ന ഞങ്ങളെ മുശ്രിക്കാക്കലാണല്ലോ നിങ്ങളെപ്പോലെയുള്ള എല്ലാ വിഭാഗം മുജാഹിദുകളുടെയും പ്രവർത്തനം. ഞങ്ങൾ മുശ്രിക്കുകളാണോ എന്ന് സംശയിക്കുന്നവർ മുശ്രിക്കുകളാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ എഴുതിയതും പ്രസംഗിച്ചതും പലതവണ. പ്രിയപ്പെട്ട സഹോദരനോട് ആ അണിയറയിലെ പുലിക്കുട്ടി എന്ന ഐഡിയിൽ വന്ന സഹോദരനോട് ചോദിക്കട്ടെ, ഇത് എന്ത് നിലപാടാണ്, എന്ത് പ്രവർത്തനമാണ്? ഇത് പൊന്മളയെ പോലെ തന്നെ ഒരു വൈരുദ്ധ്യമാണല്ലോ. തീർച്ചയായും പൊന്മള നിങ്ങൾക്ക് യോജിക്കും, നിങ്ങൾ പൊന്മളം യോജിക്കും. നിങ്ങൾ പൊന്മളക്ക് യോജിക്കും, പൊന്മള നിങ്ങൾക്കും യോജിക്കും. കാരണം പൊന്മള പറയുന്നു ഞാൻ സുന്നിയാകുന്നു എന്ന്. എന്നിട്ട് അതേ പൊന്മള തന്നെ പറയുന്നു വഹാബിവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തോടുകൂടി അവസാനിക്കുമെന്ന്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, ഇസ്തിഗാസ ശിർക്കാകുന്നു, ഞങ്ങൾ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ ശിർക്കാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളോട് സലാം പറയാൻ പാടില്ല എന്നാണല്ലോ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം. പക്ഷെ നിങ്ങൾ ഞങ്ങളോട് സലാം പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദര, പൊന്മളയിൽ എന്തൊരു വൈരുദ്ധ്യമാണോ ഞങ്ങൾ കാണുന്നത്, അതേ വൈരുദ്ധ്യം തന്നെയാണ് നിങ്ങളിലും നിങ്ങളെപ്പോലെയുള്ള വഹാബികളിലും ഞങ്ങൾ കാണുന്നത്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊന്മളക്ക് യോജിക്കും, പൊന്മള നിങ്ങൾക്കും യോജിക്കും. അതുകൊണ്ട് പൊന്മള നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, സുന്നികൾ ആക്ഷേപിച്ചുകൊണ്ട്, തൗഹീദ് മായം ചേർത്തുകൊണ്ട്, തൗഹീദിന്റെ പുതിയ വ്യാഖ്യാനം നൽകിക്കൊണ്ട് രംഗത്ത് വന്ന ഇന്ന് നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി കേരളത്തിലെ വഹാബിസം എവിടെ എത്തി എന്നുള്ളത്. നാരിയത്തു സലാത്തിന്റെ പേരിൽ വഹാബികൾ തമ്മിൽ സംവാദം നടത്തുകയാണ്. നാരിയത്തു സലാത്തിന്റെ പേരിൽ വഹാബികൾ തമ്മിൽ സംവാദം നടത്തുന്നു. ഇതാണെന്ന് കേരളത്തിലെ വഹാബിസത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഞങ്ങളുടെ വീക്ഷണ പ്രകാരം, ഞങ്ങളുടെ അഭിപ്രായ പ്രകാരം നിങ്ങളും പൊന്മളയും കണക്കാം. നിങ്ങളിൽ എന്തൊരു വൈരുദ്ധ്യം ഞങ്ങൾ കാണുന്നു, അതേപോലെയുള്ള വൈരുദ്ധ്യം തന്നെയാണ് ഞങ്ങൾ പൊന്മളയിലും കാണുന്നത്. പൊന്മളയിൽ ഞങ്ങൾ എന്തൊരു വൈരുദ്ധ്യമാണോ കാണുന്നത്, അതേ വൈരുദ്ധ്യം തന്നെ നിങ്ങളിലും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇരു വിഭാഗങ്ങൾക്കും ആദർശമില്ല, അടിസ്ഥാനമില്ല. വായിൽ വന്നതൊക്കെ കോതക്ക് പാട്ടി എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു നാട്ടിലൊക്കെ ഒരു പറയലുണ്ട്. അതേ രീതിയാണ് കേരളത്തിലെ വഹാബിസത്തിലും അതുപോലെ തന്നെ ഈ നവദഇയായിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പൊന്മളയുടെ അനുയായികളിലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ. ഞങ്ങൾ 1000 തവണ പറയും മഹാന്മാരുടെ കറാമത്ത്, ഔലിയാഇന്റെ മുഅ്ജിസത്ത് അത് വഫാത്തോടുകൂടി അവസാനിക്കുകയില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. തീർച്ചയായും മഹാന്മാരോട് ഇസ്തിഗാസ നടത്താം, സഹായം തേടാം. ഇത് ഞങ്ങൾ 1000 തവണ പറയും. ആരുടെ മുന്നിൽ? പുലിക്കുട്ടികളാണെങ്കിലും എലിക്കുട്ടികളാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും ഏത് വലിയവനാണെങ്കിലും ഞങ്ങൾ അവരുടെ മുന്നിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. പല തവണ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ അനുഭവമുള്ളതല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പൊന്മളയുടെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുന്നെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. പൊന്മള നിങ്ങൾക്ക് യോജിക്കും, നിങ്ങൾ പൊന്മളക്കും യോജിക്കും. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളാണ്. ഞങ്ങളുടെ ആദർശം അത് സത്യമാണെന്ന് ഏത് എലിക്കുട്ടിയുടെ മുന്നിലും പുലിക്കുട്ടിയുടെ മുന്നിലും ഏത് രൂപത്തിലും സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ, ഞങ്ങൾ തെളിയിച്ചു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരോട് അസ്സലാമു അലൈക്കും
ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഞാൻ ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് പൊന്മുളക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്നാണ്, ഹഫിളഹുല്ലാ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മുകളിൽ വരെ പോയിരിക്കുന്നു മഹാനവറുകൾ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ മൈക്ക് റീസ് ചെയ്യുന്നു. തെറ്റിദ്ധരിച്ചതിൽ ഖേദമുണ്ട് ഉസ്താദേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, എന്റെ സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ. ഏതായിരുന്നാലും പുലിക്കുട്ടി ഏതായിരുന്നാലും ഒരു കോമഡി കുട്ടിയാണ്. നിങ്ങൾ ഏതായിരുന്നാലും ആ ഗ്രൂപ്പിന് പൂർണ്ണമായി യോജിച്ചത് തന്നെയാണ്. നിങ്ങളുടെ ഈ കോമഡിയും പൊന്മളയുടെയും പൊന്മള കൂട്ടിലുള്ള മൗലാനന്മാരുടെയും ഈ കോമഡിയൊക്കെ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല യോജിപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പുകാരനാണ് എന്ന് പറയുക. മുജാഹിദിൽ ഏത് ഗ്രൂപ്പാ? നിങ്ങൾ വഹാബിയാണോ, ജമാഅത്തുകാരനാണോ, തബ്ലീഗുകാരനാണോ, ഏതാണ്? വഹാബിയാണെങ്കിൽ ഏത് ഗ്രൂപ്പ്? ഇത് നിങ്ങൾ പറയുക. മഹാന്മാരോട് സഹായം തേടുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതും പറയുക, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. ഇതാണ് സഹോദരന്മാരെ പുലിക്കുട്ടിയുടെ ധൈര്യം. പുലിക്കുട്ടിയെ നമ്മൾ കണ്ടല്ലോ, അണിയറയിലെ പുലിക്കുട്ടി എന്ന് പറഞ്ഞ പുലിക്കുട്ടിയുടെ ധൈര്യമാണ് നാം ഇപ്പൊ കണ്ടത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക. നമ്മുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുടിയുമായി ബന്ധപ്പെട്ട കേൾവിക്കാരന്റെ മുരീദന്മാർ, അതല്ലെങ്കിൽ പൊന്മളയുടെ മുരീദന്മാരൊക്കെ ഉണ്ടാകും. അവരൊക്കെ മൈക്കിലേക്ക് വരണം. നിങ്ങളുടെ ഒരു മൗലാന പറഞ്ഞു മുടി കത്തുമെന്ന്, മറ്റൊരു മൗലാന പറഞ്ഞു മുടി കത്തൂല എന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? വഫാത്തോടുകൂടി മുഅ്ജിസത്ത് അവസാനിച്ചു എന്ന് നിങ്ങളുടെ മുഫ്തി ഫത്വ കൊടുത്തു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിനെക്കുറിച്ച് വെല്ലുവിളിച്ച ആളുകളുടെ ചങ്കൂറ്റും ധൈര്യമൊക്കെ ഇപ്പൊ എവിടെ പോയി? വെല്ലുവിളിച്ചവരുടെ ചങ്കൂറ്റൊക്കെ ഇപ്പൊ എവിടെ പോയി? ധൈര്യമുള്ളവരുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ വരൂ. KICRന്റെ തുറന്ന അവസരമാണ്. ഞങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംശയമുള്ളവർ, മുടിയെ സത്യമാണെന്ന് അഭിപ്രായമുള്ളവർ, അതല്ലെങ്കിൽ പൊന്മള പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അതിനെ ന്യായീകരിക്കാൻ വരുന്നവർ, കേൾവിക്കാരന്റെ മുരീദന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ KICRലേക്ക് വരണം. നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കൊരിക്കലും ഡോട്ടില്ല. നിങ്ങൾക്ക് മനോഹരമായി കൊണ്ട് ചോദിക്കാം, എത്രയും ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഉസ്താദുമാർ കാത്തിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ DC പോയതുകൊണ്ടാണ്, ക്ഷമിക്കണം, എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. ഞാൻ DC ആയിട്ട് എന്റെ ചോദ്യം ഞാൻ അത് ചോദിച്ചതിന് മറുപടി കിട്ടിയെങ്കിലും എനിക്ക് ശരിക്കും കേൾക്കാനൊന്നും പറ്റിയില്ല. കുറെ ഇബാറത്തുകൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല കൊടുത്ത മുഇസത്തായിരുന്നു വടി കൊണ്ട് അടിച്ചാൽ പാമ്പാവുന്നതും, വടി കൊണ്ട് പല കാര്യങ്ങളും മുഇസത്തോട് ചെയ്യുന്ന രൂപത്തില്. ഇതേ രൂപത്തിൽ അള്ളാഹു റസൂലിന് അള്ളാഹു തആല കൊടുത്ത ഒരു മുഇസത്ത് ഖുർആനാണെന്ന് എല്ലാവർക്കും അറിയാം. അതല്ലാത്ത നമ്മൾ ദഅവത്ത് ചെയ്യാൻ പറ്റിയ അതല്ലാത്ത ഒരു മുഇസത്ത്, അള്ളാഹു റസൂലിന്റെ മുഇസത്ത് എന്താണ് പിന്നീട് വിശേഷിച്ചിട്ടുള്ളത്, ഏത് മുഇസത്താണ് എന്നുള്ളത് വ്യക്തമായ തെളിവ് സഹിതം നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതൊക്കെ കുറെ ഇബാറത്തുകൾ അവിടെ ഇവിടെ പേശ് ചെയ്തു, അത് പോരല്ലോ, തെളിവ് വേണമല്ലോ സഹോദരാ ഗഫൂർ ഉസ്താദെ. നിങ്ങൾ തെളിവ് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇത് വെറുതെ ഒരു ചോദ്യം ചോദിക്കുന്നതല്ല. കാരണം ഖുർആൻ സത്യമാണ്, അത് മുഇസത്താണ്. പക്ഷെ അതേപോലെ ഒരു മുഇസത്ത് എന്തുണ്ട് വേറെ? ഏത് മുഇസത്ത് കൊണ്ടാണ് നമ്മൾ ദഅവത്ത് നടത്തേണ്ടത്? എങ്ങനെയാണ് ആ മുഇസത്ത്? ഏത് മുഇസത്താണുള്ളത്? നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് അതുണ്ട് ഇതുണ്ട്, ഏതെങ്കിലും അടുത്തുള്ളവരെ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളാണോ അതിന് തെളിവ്? ശരിയായ തെളിവുകളൊന്നും ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം.
ഏതായിരുന്നാലും അദ്ദേഹം നേരത്തെ ചോദിച്ചു, ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഞാൻ DC ആയപ്പോ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, അപ്പൊ പറഞ്ഞ മറുപടികളൊന്നും വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആൻ മാത്രമല്ല. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണ്. എന്നാൽ ഖുർആൻ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. ധാരാളം മുഅ്ജിസത്തുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. ഈ മുഅ്ജിസത്തുകൾ വഫാത്തോടുകൂടി മുറിയുകയില്ല, അവസാനിക്കുകയില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസം. അത് വെറുതെ അങ്ങ് വിശ്വസിക്കുന്നതല്ല. ഹദീസുകളിൽ നിന്ന് അതുപോലെ തന്നെ മഹാന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ കാര്യം വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വളരെ വ്യക്തമായിക്കൊണ്ട് കാണാൻ സാധിക്കും, അയ്യാമുൽ ഹറയിൽ മദീനത്തെ പള്ളിയിൽ വാങ്കും അതുപോലെ തന്നെ ഇഖാമത്തും അതുപോലെ തന്നെ മറ്റ് നിസ്കാരവും നടന്നില്ല. ആ സമയത്ത് പള്ളിയിലുണ്ടായിരുന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വാങ്കിന്റെ സമയമാകുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി എന്നറിഞ്ഞിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം കൊണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. തീർച്ചയായും ഇത് അസാധാരണ സംഭവമാണ്. ഇങ്ങനെയുള്ള ധാരാളം അസാധാരണ സംഭവങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും സംഭവിച്ചതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിലും ചരിത്രങ്ങളിലും ആധികാരികമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തിനധികം ആധുനിക വഹാബികളുടെ വഴികാട്ടിയാണെന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ പോലും ഈ കാര്യം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഔലിയാഇന്റെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സാക്ഷാൽ ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഏത് ഗ്രന്ഥത്തിൽ ഏത് സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ സഹോദരന് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ ആവശ്യത്തിനനുസരിച്ച് പറഞ്ഞു തരാം. ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സഈദ് ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അയ്യാമുൽ ഹറയിൽ മദീനത്തെ പള്ളിയിൽ വാങ്കും അതുപോലെ തന്നെ ഇഖാമത്തും മറ്റു കാര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിലായിരുന്നു. അവർ നിസ്കാരത്തിന്റെ സമയങ്ങളെ മനസ്സിലാക്കിയിരുന്നത് ഖബർ ഷരീഫിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം കൊണ്ടായിരുന്നു എന്ന് ഹദീസിലെ കിതാബുകളിൽ കാണാം. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ, ഹദീസുകൾ, ചരിത്രങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാം പറയുന്നത് ഒരിക്കലും ഔലിയാഇന്റെ കറാമത്തോ അംബിയാഇന്റെ മുഅ്ജിസത്തോ അവരുടെ വഫാത്ത് കൊണ്ട് മുറിഞ്ഞു പോയിട്ടില്ല. അത് വഹാബികളോ അതല്ലെങ്കിൽ പൊന്നളയോ കേൾവിക്കാരനോ പറയുന്നത് പോലെയല്ല, മുറിഞ്ഞു പോയിട്ടില്ല. അല്ല, മുറിഞ്ഞു പോയി എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മുറിഞ്ഞു പോയിട്ടില്ല എന്നതിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഉൾപ്പെടെ ധാരാളം ദിനവധി ഹദീസുകൾ അതുപോലെ തന്നെ ഇബ്നു തൈമിയയുടെ തന്നെ കിതാബുകൾ ഒക്കെ ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതിന് ആധികാരികമായി വല്ല ഹദീസും അതല്ലെങ്കിൽ വല്ല ആയത്തും വല്ല തെളിവും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? മുറിഞ്ഞു പോയിട്ടില്ല എന്നതിന് ധാരാളം തെളിവുകൾ ഞങ്ങൾക്കുണ്ട്. അതിൽ ഒരു തെളിവാണ് ഞാനിവിടെ വായിച്ച ഹദീസ്. എന്നാൽ മുറിഞ്ഞിട്ടുണ്ട്, ഔലിയാഇന്റെ അതുപോലെ തന്നെ അംബിയാഇന്റെ വഫാത്തിന് ശേഷം മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാവുകയില്ല എന്നതിന് വല്ല തെളിവ് നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ? സാധ്യമല്ല. മറിച്ച് അവരുടെ വഫാത്തിന് ശേഷവും ധാരാളം അസാധാരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഞാൻ ഇവിടെ ഉദ്ധരിച്ചതുപോലെയുള്ള ധാരാളം ഹദീസുകളും അതുപോലെ തന്നെ മഹാന്മാരുടെ വിവരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഉസ്താദേ, അതിലേറെ വേറൊരു ഉദാഹരണമല്ലേ, അതായത് 5-6 വർഷം മുന്നേ പിന്നെ AP വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഹജ്ജിന് വന്നു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കൈ കൊടുക്കാറുണ്ട്, സലാം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോ ചെയ്തിട്ട് പിന്നെ കൈ കൊടുത്തില്ല, സലാം ചൊല്ലിയില്ല. അപ്പൊ TV കണ്ട കാരണത്താൽ പെണ്ണുങ്ങളെ TVയിൽ കണ്ടിട്ടാണെന്നുള്ള ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വാദമില്ലല്ലോ, അവർക്ക് AP വിഭാഗത്തിന് കേൾവിക്കാരനും.
പിക്കാൻ അതല്ലെങ്കിൽ AP വിഭാഗം എന്നൊക്കെ പറഞ്ഞ അത്തും വിത്തും പിടിച്ചൊരു വിഭാഗം എന്നേ പറയാനുള്ളൂ. കാരണം അവരെന്തോ ഒരു മുടി എന്നുള്ള പേരിൽ എന്തോന്ന് കൊണ്ടുവന്ന് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അതിന്റെ പേരിൽ പറ്റിച്ച് കാശ് വസൂലാക്കുക എന്നാണ് മൗലാനയും കൂട്ടരും ധരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീൻ ഇതിനെ പിടികൂടി ചോദ്യം ചെയ്തു. അത് നമ്മുടെ വലുപ്പമായിട്ട് നമ്മൾ പറയുന്നില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം കൊടുത്തു. അതിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ കണ്ടത്. അവരെന്തോ ഒരു കള്ളമുടി കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും പറഞ്ഞ് അവർക്ക് കാശ് പിരിച്ച് കാശുണ്ടാക്കാം എന്നവർ കരുതി. പക്ഷെ നമ്മളത് പിടികൂടി. അത് പിടികൂടിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത്തും പിത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയസ്സായി ചെന്നി പിടിച്ച ആളുകളെ പോലെയാണ് അവരുടെ ആളുകൾ. ആദ്യം സനതുണ്ട്, പിന്നെ സനദില്ല, അടിരേഖയാണ്, അടിരേഖയല്ല, ഇങ്ങനെ എന്തൊക്കെ മലക്കം മറിച്ചിലുകൾ. അതേ രൂപത്തിലുള്ളൊരു കാര്യമായിക്കൊണ്ട് തന്നെ നമുക്കിതിനെയും കാണേണ്ടതുള്ളൂ, ഇല്ലേ? അതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞു സനതുണ്ട് എന്ന്, പിന്നെ പറഞ്ഞു സനദില്ല എന്ന്, അടിരേഖയാണ്. ഇങ്ങനെ വെറും വൈരുദ്ധ്യങ്ങളല്ല ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇവിടെ ഏതോ ഒരു സ്വപ്നജീവി തന്നെ നബിസ്വലാസങ്ങളുടെ അടുത്തേക്ക് പോയി കൈ പിടിച്ച് അങ്ങട്ടായി ഇങ്ങട്ടായി എന്നുള്ള എന്തൊക്കെ കള്ളക്കഥകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ പറയുന്നു മുടി അത് നബിസ്വലാസങ്ങളുടെ മുഴുജത്തുകളൊക്കെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോകും. കാരണം അങ്ങനെ മുറിഞ്ഞു പോകുമെന്ന് സമർത്ഥിച്ചാലേ ഇവരുടെ കള്ളമുടിക്ക് ഇടണ്ടാവുള്ളൂ. കള്ളമുടിക്ക് ഇടം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ വഫാത്തോടുകൂടി മുഴുജത്ത് അവസാനിക്കുമെന്ന് പറയണം. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരുടെ തട്ടിപ്പ്. വൈരുദ്ധ്യങ്ങൾ പറയുക, പച്ചക്കളവ് പറയുക, വെറും സമ്പത്ത് മാത്രം ലക്ഷ്യം, വെറും ആളായിക്കൊണ്ട് ജീവിക്കുക മാത്രം ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൽ നിന്ന്, ഈ വിഭാഗത്തിൽ നിന്ന് ഈ സമൂഹത്തിനെ, ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. കേൾക്കണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ പ്രവാചകന്റെ ഈ മോചിതത്തിന് പ്രവാചകന്റെ ഹയാത്ത് കാലത്തും അതിന് ശേഷവും ആണെങ്കിൽ കൂടെ അത് നിഷേധിച്ചാൽ ആ നിഷേധിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? അതല്ലെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ആണോ? അതല്ല ആദ്യമായിട്ട് അയാള് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് വീണ്ടും മുസ്ലിം ആവേണ്ട ഒരു അവസ്ഥയല്ലേ ഉള്ളത്? പിന്നെ അതുപോലെ തന്നെ ഈ പ്രവാചകനെ ഒരു ഇത് പറയുന്നതില് സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ അതൊരു മുജിസത്തല്ലേ? സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ സാധാരണക്കാരന്റെ എല്ലാം പിശാചിന് ആ രൂപത്തിൽ വരാൻ പറ്റും. പ്രവാചകന്റെ ഇതൊരിക്കലും അങ്ങനെ പിശാചിന് വരാൻ കഴിയില്ല പ്രവാചകന്റെ രൂപത്തിൽ എന്നതും മുജിസത്തായിട്ട് പറയാൻ പറ്റില്ലേ? അസ്സലാമു അലൈക്കും. അതെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചത്. നമ്മുടെ വിഷയാവതരണത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ബാത്ത് ഉസ്താദ് ആ വിഷയം സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മുഅ്ജിസത്തുകളുണ്ട്. ആ മുഅ്ജിസത്തിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ ദജ്ജാലിന്റെ വരവിനെ കുറിച്ച്, അങ്ങനെ ലോകത്ത് സംഭവിക്കുന്ന ധാരാളം വിഷയങ്ങളെ കുറിച്ചൊക്കെ നബി തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അത് നബി തങ്ങൾ തന്നെയാണ്. ഒരിക്കലും പിശാച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല. ഇത് മറ്റൊരാൾക്കും ഇല്ലാത്ത നബി തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതല്ലേ? ഇതൊക്കെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് തന്നെയാണല്ലോ. ഇത്രയും വ്യക്തമായ തെളിവുകളും സംഭവങ്ങളും അടിസ്ഥാനങ്ങളും ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ ഖുർആൻ മാത്രമേ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ എന്ന് തട്ടിവിടുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്താണ് ഈ ആളുകളുടെ അവസ്ഥ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റെന്തെങ്കിലും കള്ളത്തരം ഇവർ ചെയ്യുകയും ആ കള്ളത്തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ കള്ളത്തരത്തിലായി അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ ഖുർആനെ പോലും തള്ളിപ്പറയേണ്ടി വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഈ വിഭാഗം പരിശുദ്ധ ഖുർആനെ തള്ളി പറയുകയില്ല എന്ന് എന്താണ് നമുക്ക് ഉറപ്പുള്ളത്? എന്താണ് നമുക്ക് ഉറപ്പുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, തീർച്ചയായും ഉസ്താദുമാരുടെ കുരുത്തക്കേട്, മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരുടെ കുരുത്തക്കേട്, അതിലപ്പുറം മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ദുആഇന്റെ ഇജാബത്തിന്റെ പൂർത്തീകരണം,
മഹാന്മാരാകുന്ന ധാരാളം മശായിഖുമാരെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ചതിന്റെ കുരുത്തക്കേട് ഇതാണ് നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖൗമിന്റെ ശർറിനെ തൊട്ട് നമ്മെ കാക്കട്ടെ, ഉമ്മത്തിനെ കാക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ വലിയ ഭാഗ്യം ലഭിച്ചവരാ, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ഈ വിഭാഗത്തിൽ പെട്ടില്ലല്ലോ. ചെറിയ കാര്യമാണോ ഇത്? ഈ വിഭാഗത്തിലാണ് നാം ഉൾപ്പെട്ടതെങ്കിൽ ഈ നേതാക്കൾ പറയുന്ന ഈ കള്ളത്തരങ്ങളും അതുപോലെ തന്നെ ജഹാലത്തുകളും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന ഈ തട്ടിപ്പുകളും ഇതൊക്കെ അംഗീകരിക്കുകയോ മൗനമായി സമ്മതിക്കുകയോ അതിനെ ന്യായീകരിക്കേണ്ടി വരികയോ നമുക്കും ചെയ്യേണ്ടി വരൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇവരെ തൊട്ട് ഈ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത്. പിന്നെ ഇവരെക്കുറിച്ച് എന്തു പറയണമെന്നുള്ളതാ. ഇവരെക്കുറിച്ച് മിനിമം നമുക്ക് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പച്ചക്കളവ് പറഞ്ഞ വിഭാഗമാണ് എന്ന് പറയാം. അതിനൊരു സംശയമില്ല. പച്ചക്കളവ് പറഞ്ഞ വിഭാഗമാണ്. ബാക്കി അവരും പടച്ചവനും കൂടി ആവട്ടെ. അല്ലാഹു തആല അവരുടെ ശരണത്തെ തൊട്ട് നമ്മെ കാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഇവര് പറയുന്നു റസൂലുള്ളാഹിന്റെ വഫാത്തോട് കൂടിയിട്ട് എല്ലാ മുഅ്ജിസത്തും അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തന്നെ പറയുന്ന ഇവരുടെ കയ്യിലുള്ള ഷഹറെ മുബാറക്ക് എന്ന് പറയുന്ന വസ്തു, അത് പിന്നെ എന്തിനു ഇവർ സൂക്ഷിക്കണം? റസൂലുള്ളാഹിന്റെ വഫാത്തോട് കൂടിയിട്ട് അതിന്റെ പ്രത്യേകത അവസാനിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവരെന്തിന് അത് ഷഹറെ മുബാറക്കാണെന്ന് പറഞ്ഞിട്ട് അത് സൂക്ഷിച്ചു വെക്കണം? അതിനൊരു പ്രത്യേകതയും ഇല്ല എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. ഓക്കെ, അതിന്റെ ഉത്തരം കൂടെ ഇവർ പറയണം ഇപ്പോ. ഓക്കെ, അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. അതിന് ഉത്തരം ഒരു കാണിച്ചു തരിക ചെയ്യുന്നത്. പൈസ വിൽക്കാനാണ്. അവർക്ക് വിശ്വാസം ഉണ്ടാണെന്നില്ലല്ലോ പൈസ വിൽക്കാന്. അതൊരു കാണിച്ചു തന്നേ. അല്ലെങ്കിൽ ആ പൈസ റസൂലുള്ളാഹിന്റെ തിരുവേഷം വെക്കാനാണെന്ന് പറഞ്ഞ് പിരിച്ച പൈസ കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കൂലേ? അത് പള്ളി ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അതിന്റെ പേരിൽ പിരിച്ച പൈസ കൊണ്ട് പണം പിന്നെ കൈതപ്പുഴയിൽ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അതിൽ വലിയ വിശ്വാസമില്ലാണ്. ഇനി എനിക്ക് പുസ്തകമാണ് മറ്റൊരു ചോദ്യം ചോദിക്കാൻ. ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എഴുതിയതാണ്. 20/12/1991 അദ്ദേഹം എഴുതിയതാണ്. ആ പുസ്തകത്തിന്റെ 139 പേജിൽ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക ചിന്ത സത്യവും മിഥ്യയും എന്നാണ്. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പുലരി പബ്ലിക്കേഷൻസ് ആണ് എഴുതിയിട്ട്. ഈമാൻ കാര്യം, 6 കാര്യങ്ങളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സമുദായത്തെ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു, മലക്കുകൾ, കിതാബുകൾ, മുർസലുകൾ, അന്ത്യദിനം, ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻവിധിയും തീരുമാനവും അനുസരിച്ചാണെന്ന ഖദറിലുള്ള വിശ്വാസം എന്നിവയാണ് പ്രസ്തുത 6 കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങളെ എണ്ണം കുറച്ച് 5ആയി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരുടെ ചിന്താഗതി സുന്നത്ത് ജമാഅത്തിനെതിരും വ്യക്തമായ വിദ്വത്തുമാണ്. എങ്ങനെ? ഈമാൻ കാര്യങ്ങളെ എണ്ണം കുറച്ച് 5ആയി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരുടെ ചിന്താഗതി. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചിന്താഗതിയല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഒറിജിനൽ മുബ്തദീങ്ങളാണ് എന്ന് അതിനു മുമ്പേ അംഗീകരിച്ച കാര്യമാണ്. ഈ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ളവരുടെ ചിന്താഗതി 5ആയി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ചിത്രീകരിക്കാൻ രചന നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. ഇത് ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പുസ്തകമാണ്. ഇനി ബഹുമാനപ്പെട്ട പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്ന് വായിക്കാം. പുസ്തകം കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈമാൻ എന്നാൽ എന്ത്? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും കിതാബുകളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലും പുനർജന്മം കൊണ്ട് വിശ്വസിക്കലുമാണ് എന്ന് പറഞ്ഞിട്ട് ഈമാൻ കാര്യത്തെ 5ആയി ഇതിൽ 2 എണ്ണിട്ടുള്ളൂ. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും കിതാബുകളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലും പുനർജന്മം കൊണ്ട് വിശ്വസിക്കലുമാണ്. ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ത്വരീഖത്ത് സമഗ്ര പഠനം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതാം. ഇനി അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്,
അപ്പൊ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ ഈ വിശദീകരണം ഈ പുസ്തകത്തിൽ ഇതിപ്പോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പുതിയതായി നടത്തിയ രചനയാണ്, 2004 നടത്തിയ രചനയാണ്, 2006. ഇനി 1991 ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. 6 കാര്യങ്ങളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹസ്രത്ത് ജിബ്രീൽ മുഖേന സമുദായത്തെ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു, മലക്കുകൾ, കിതാബുകൾ, മുർസലുകൾ, അന്തരം ഗുണവും ദോഷവുമായ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻവിധിയും തീരുമാനവും അനുസരിച്ചാണെന്ന കതിലുള്ള വിശ്വാസം എന്നിവയാണ്. പ്രസ്തുത 6 കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളെ എണ്ണം കുറച്ച് 5ആയി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരുടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല, ജമാഅത്തെ ഇസ്ലാമി ആൾറെഡി മുബത്തദിയാണല്ലോ, പോലെയുള്ളവരുടെ ചിന്താഗതി സുന്നത്ത് ജമാഅത്തിനും വ്യക്തമായ വിധേയത്വമാണ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് റഹ്സാനി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ MA അബ്ദുൽ ഖാദർ ചിന്താഗതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അങ്ങനെ രചന നടത്തുന്ന ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാറാവാൻ സാധ്യതയില്ലേ? ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ ഈ കാര്യം തുറന്നു പറയാൻ നമ്മളെങ്കിലും തയ്യാറാവൽ അനിവാര്യമല്ലേ? ഇതാണ് ചോദ്യം. ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയ തനിച്ച വ്യക്തമായ വിധേയത്വമാണ്, സുന്നത്ത് ജമാഅത്തിനെതിരും വ്യക്തമായ വിധേയത്വമാണ്. ഉസ്താദുമാർ മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അതിൽ ബന്ധപ്പെട്ട സംശയമുള്ളത് പൊന്മടയിൽ നിന്ന് ചിലപ്പോൾ അമേൽഗാർ മുസ്ലിം കുറച്ച് മുമ്പന്നെ ഇത്തരം അടയാളങ്ങളൊക്കെ കണ്ടുണ്ടാവണം. ചിലപ്പോ അങ്ങനെ ഇതാവാൻ സാധ്യതയുണ്ട്. പൊന്മടയിൽ നിന്ന് ചെറിയ ചെറിയ അടയാളങ്ങൾ MA അബ്ദുൽ ഖാദർ മുസ്ലിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ച് എഴുതിയെന്നാണ് തോന്നുന്നത്. ഏതായാലും ശരി, നമുക്ക് ഖുർആൻ വരി മൈക്കെടുക്കുന്നതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി ഒന്ന് മൈക്കിൽ തരണം. അദ്ദേഹത്തിന്റേതായ പ്രത്യേകമായ വിലയിരുത്തലുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് അങ്ങേറ്റ സുഖമുണ്ട്. തികച്ചും എനിക്ക് തോന്നുകയാണ് ഇന്നത്തെ നമ്മുടെ ആ വിഷയാവതരണവും അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ സംസാരിച്ച സംസാരങ്ങളും മറ്റൊക്കെ അത് റെക്കോർഡ് ചെയ്ത് അതൊരു റെഫറൻസ് ആയിട്ട് അല്ലെ പിന്നെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അത് ഇടയ്ക്കിടക്കൊക്കെ പ്ലേ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടക്കൊക്കെ അത് പ്ലേ ചെയ്യും. അത് എല്ലാവർക്കും അതൊരു ഞെട്ടലായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ബഹുമാനപ്പെട്ട ജലീദാരിമി ഒന്ന് മൈക്കിൽ കയറി. ജലീദാരിമിന്റെ ഐഡിയ എവിടെ പോയി? റൈസാൻ ചെയ്യണം. ജലീദാരിമി ഞാൻ പറഞ്ഞു കേൾക്കുന്നത് റൈസാൻ ചെയ്യാം കേട്ടോ. അവിടെ ഇല്ലേ? മൈക്കിൽ വന്നിട്ട് ബുറാക്കിന്റെ ശബ്ദേ ജലീൽദാരിമി ഇരട്ടെ, എന്നിട്ട് ഇവിടെ ബുറാക്കൊക്കെ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടൽ കബൂലാക്കുറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തെയും മഹത്വത്തെയും ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നബി തങ്ങളെ തേറടിക്കാൻ ശ്രമിക്കുന്നവരുടെ കള്ളത്തരങ്ങളെയും തനിനിറത്തെയും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി എന്തെങ്കിലും വലിയ ഖിദ്മത്ത് ചെയ്യുവാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ ഗഹനമായ ഒരു ക്ലാസ് നമ്മളെല്ലാവരും കേട്ടു. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾ, പണ്ഡിത വേഷധാരികൾ തന്നെ വളരെ അത്യപൂർവം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ക്ലാസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഒക്കെ കുറവുകളും യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ അവസരങ്ങളില്ലാതെ പോയത്, അല്ലെങ്കിൽ സാധിക്കാതെ പോയത്, അല്ലെങ്കിൽ ശ്രമിക്കാതെ പോയതാണ്. ഇത്തരം അബദ്ധങ്ങൾ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറയാനും പ്രചരിപ്പിക്കുവാനും റസൂലുള്ളാഹിയെ പോലും ദുരുപയോഗം ചെയ്യാൻ പലർക്കും വഴിവെച്ചു കൊടുത്തത് എന്നതൊരു വസ്തുതയാണ്. ഏതായാലും ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പൊന്മള പറഞ്ഞ കാര്യമാണ്. പൊന്മള പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം
കത്തുകയില്ല എന്ന് വേറെ ഒരാൾ പറഞ്ഞതിനോട് അയാൾക്ക് യോജിപ്പില്ലെന്നും അതിന് കാരണമായയാൾ പറയുന്നത് റസൂലുള്ളാഹിയുടെ മുഅ്ജിസാത്തുകളിൽ നിന്ന് ഒന്നും വഫാത്തിന് ശേഷം നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ്. ഇത് പലരും ചോദ്യക്കാരിൽ തന്നെ നമ്മളെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഈ നിലക്ക് റസൂലുള്ളാഹിയുടെ ഖുസൂസിയാത്തുകളെയും അസാധാരണത്വത്തെ നിഷേധിക്കുകയാണെങ്കിൽ മൊത്തം അയാൾ നിഷേധിക്കുകയാണ് ചെയ്തത്. ഒരു കത്തുകയില്ല എന്നൊരു വിഷയം മാത്രമല്ല അയാൾ നിഷേധിച്ചത്, മറിച്ച് അത് സ്ഥിരീകരിക്കാൻ അയാൾ പറഞ്ഞ കാരണം എല്ലാ ഖുസൂസിയാത്തുകളെയും നിഷേധിച്ചുകൊണ്ടാണ്. അഥവാ അസാധാരണ സ്വഭാവമുള്ള അമാനുഷിക സ്വഭാവമുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, വസ്തുക്കൾ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. എല്ലാ കലാമു പോലെയുമല്ല പരിശുദ്ധ ഖുർആൻ ഒരു അസാധാരണ കലാമാണ്. ആ മുഅ്ജിസത്ത് ഒഴിച്ചാൽ ബാക്കി അസാധാരണ സ്വഭാവമുള്ള ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി ലോകത്ത് നിലനിൽക്കുകയില്ല, വഫാത്തിന് ശേഷം ഉണ്ടാവുകയില്ല എന്ന് മൊത്തമായി നിഷേധിക്കുകയും അതിൽ പെട്ടത് തന്നെയാണ് കത്തുകയില്ല എന്നത്, അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു എന്നാണ് വളരെ വ്യക്തമായി അയാൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഒരു നിലക്കും ഒരു യഥാർത്ഥത്തിൽ ഒരു സുന്നിയായ മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് അംഗീകരിക്കാൻ ഇത് പ്രയാസമുള്ള കാര്യമാണ്. സാധ്യമല്ല, ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് സുന്നി എന്നതിന് ഒരിക്കലും പേര് പറയാനും കഴിയില്ല. അതൊന്നും ആ ഭാഗത്തേക്ക് നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പോകേണ്ടതില്ല, നമുക്കെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ നമുക്ക് ഈ വിഭാഗത്തോട് നമുക്കിനി പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സ്വഭാവമുള്ള മുഅ്ജിസാത്തുകളിൽ നിന്ന് എന്തെങ്കിലും ഇനി ശേഷിക്കുന്നുണ്ട് ഇല്ല. ഈ വിഷയത്തിൽ മറുവിഭാഗത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന സംഘടനക്ക് ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? മറുവിഭാഗത്തിന് ഉണ്ട് എന്ന് പറയുന്ന ഒരു പണ്ഡിത സഭ, ഇവർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദേശം കത്തുകയില്ല എന്ന് ജനറൽ സെക്രട്ടറിയും ഈ കത്തുമെന്ന് ജോയിന്റ് സെക്രട്ടറിയും പറയുന്നു. ഈ വിഷയത്തിൽ ഇവർക്കുള്ള പണ്ഡിത സഭയുടെ നിലപാട് ഏതാണ്? ഇത് വളരെ കൃത്യമായി ഇവർ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായി വേറൊരു കാര്യം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നപ്പോ അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയലുകളും മറ്റുപറയലുകളും ഒക്കെ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറുവിഭാഗത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന പണ്ഡിത സഭ ഒരക്ഷരം അതേ സംബന്ധിച്ച് മുണ്ടിയിട്ടില്ല. ഇതുവരെ ഒരക്ഷരം മുണ്ടിയിട്ടില്ല. കൂട്ടരെ, ഇത് മുടി ശരിയാണെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ ആളുകളോട് പറയണം മുടി ശരി തന്നെയാണ്, സത്യമാണ്, അംഗീകരിക്കണമെന്ന് വേണം. അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഇതിനാണല്ലോ പണ്ഡിത സഭ ഇത്രയും മതപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു വിഷയം കേരളത്തിൽ വളരെ സജീവമായ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പറയാൻ മാത്രം ധൈര്യം കാണിക്കാത്ത സഭ പിന്നെന്തിനാ നിലകൊള്ളുന്നത്? എന്തിനാ പിന്നെ അങ്ങനെ ഒരു സംഘടന? നിങ്ങൾക്ക് എന്താ കൂട്ടരെ ജോലി? എന്താ ഇവർക്ക് ജോലിയുള്ളത്? അങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അവരത് പറയേണ്ടിയിരുന്നു. ഇത് പറയാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന സ്വഭാവമാണ് ഇവരുടെ പണ്ഡിതന്മാരെന്ന് ഭയപ്പെടുന്നവർ ചെയ്തത്. ഇനിയിപ്പോ ഇത് വിവാദങ്ങൾ കൊടുത്തു വളരെയേറെ കത്തിക്കയറി ഇപ്പോൾ അത് എത്തിയിട്ട് നിൽക്കുന്നത് റസൂലുള്ളാഹിയുടെ മൊത്തം മുഅ്ജിസാത്തിനെ നിഷേധിക്കുന്നിടത്തേക്കാണ്. ഈ ഒരു കള്ളത്തരം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇത്ര വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടു നിൽക്കുന്നു. ഇനിയും ഈ ഒരു വിഷയത്തിൽ ഇവരുടെ സംഘടനക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനം, ഒരു നിലപാട് എടുത്ത് പ്രഖ്യാപിക്കാൻ, ഇവരുടെ അനുയായികളോട് പറയാൻ ഇനിയും ഇവർ തയ്യാറാകുന്നില്ല. മൗനം ദീക്ഷിച്ചുകൊണ്ട് വായടച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്ന ആ സ്വഭാവം ഇനിയും ഇവർ തുടരുകയാണെങ്കിൽ ഇവരോട് സാധാരണ SKSSFന്റെ സമസ്തയുടെ എളിയ പ്രവർത്തകരായ നമുക്ക് ഇവരുടെ പണ്ഡിത സഭയോട് പറയാനുള്ളത്, ഇനിയും ഈ വിഷയത്തിൽ പോലും ഒരക്ഷരം പറയാൻ ധൈര്യം കാണിക്കാതെ അടുക്കളയിൽ ഒളിക്കുന്ന സ്വഭാവം തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, അതായത് APയുടെ പണ്ഡിത സഭയിലെ അംഗങ്ങൾക്ക് നല്ലത് കാതുകുത്തി സാരി ചുറ്റി നടക്കലായിരിക്കും എന്ന് മാത്രമേ അവരോട് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ.
ഇപ്പൊ നമ്മൾ അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു സംഘടന ഇനിയുടെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാ കളിച്ചത്. ഇതൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന വാക്കുകളാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഇയാളൊക്കെ യഥാർത്ഥത്തിൽ പണ്ടത്തെ മുജാഹിദീങ്ങൾ പറയാറുണ്ട്, പേരോട് സ്ഥലത്ത് പ്രസംഗിച്ച അവിടെ മുജാഹിദിന് ഓഫീസ് തുറക്കാൻ കഴിയും. ഇത് ഈ പറയുന്നതിന്റെ ഒക്കെ പൊരുള് വളരെ കൃത്യമായി നമുക്കിപ്പോ ബോധ്യപ്പെടാൻ. ഇതൊക്കെ ഒത്തുകളിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണ ജനങ്ങൾക്കിടയിൽ താറടിക്കാനും വികലമായി ചിത്രീകരിക്കുവാനും സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന നിലപാടുകളെ പൊളിച്ചെഴുതാനും ഉള്ളിൽ കയറി വന്ന് സമൂഹത്തിന്റെ ചെലവിൽ സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി ചരിത്രത്തിൽ പലരും കയറി വന്നിട്ടുണ്ട്. പലരും പല പേരിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ചില ആളുകളെ എന്ന് മാത്രമേ ഇവരെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് പറയേണ്ടതുള്ളൂ. വളരെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഉലൂഫ് എന്നൊക്കെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നൽകിയതിന്റെ ആവശ്യം എന്താണെന്ന് എന്നെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത്രയും അധികം എന്താ ആവശ്യം, എന്താണ് ഇത്രയും അധികം ആവശ്യം? അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞത് നേരത്തെ സലാം ബക്കറി പറഞ്ഞല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടയാളാണ്. ജിന്നിലേക്കും ഇൻസിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ടയാളാണ്. അത് തന്നെ ഖാതിമുൽ അംബിയമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളിലേക്കുമുണ്ട്. സർവ്വ ഇൻസിലേക്കും ജിന്നിലേക്കും നിയോഗിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ മുൻപുള്ള അംബിയാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലവാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. മുൻപുള്ള അംബിയാക്കൾ കാനൻ നബിയ്യു യുബഅസു ഇലാ ഖൗമിഹി, ഓരോ പ്രവാചകനും അവരവരുടെ സ്വന്തം കൗമിലേക്ക് ജനതയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ആ കൗമിന്റെ ആ ജനതയുടെ കാലഘട്ടത്തിൽ ആ നബിയുടെ ശരീഅത്തിനോ നബുവത്തിനോ പിന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഏതാനും മുഅ്ജിസത്തുകൾ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് മാ മിനൽ അംബിയായി നബിയ്യുൻ ഇല്ലാ ഊതിയ മിനൽ ആയാതി മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, അവരവർക്ക് ആവശ്യമുള്ളതിന്റെ മിസ്ലുമാരും അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്. എനിക്ക് അല്ലാഹു നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ മുഅ്ജിസത്ത് എന്നിലേക്ക് അല്ലാഹു നൽകിയ ഖുർആനാണ്. അഥവാ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വലിയ മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത വളരെ വലിയ പല മുഅ്ജിസാത്തുകളും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തു. മറ്റാർക്കും ഉണ്ടായിട്ടില്ലാത്ത മോചിതത്താണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി. ഒരൊറ്റ രാത്രിയുടെ ഏതാനും സമയങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പോയി തിരിച്ചു വന്ന സംഭവം മറ്റാർക്കുമില്ലാത്ത വിഷയങ്ങളാണ്. ഇങ്ങനെ മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത വലിയ വലിയ മോചിതത്തുകൾ നൽകിയും കൊണ്ട് അതുപോലെ അതിന്റെ താഴെ നിൽക്കുന്നതുമായ ധാരാളം ആയിരക്കണക്കിന് മോചിതത്തുകൾ എന്തിന് നൽകി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് കുറെ ഉണ്ടായി, പലതും ഉണ്ടായി. ജീവിതകാലത്തിന് ശേഷവും അസാധാരണമായ റസൂലുള്ളാഹി നബുവത്ത് വാദിക്കുന്നു. റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിച്ചത് മുതൽക്ക് താൻ റസൂലുള്ളാഹി നബിയാണെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അവിടെ നബിയാണെന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിയുടെ ദഅവത്ത് ദീൻ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നബുവത്ത് വാദം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു എന്നാണ്. ഈ വാദം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് തന്നെ റസൂലുള്ളാഹിയുടേതായി റസൂലുള്ളാഹി കാരണമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തൊരു അസാധാരണ കാര്യമുണ്ടായാലും അതൊക്കെ റസൂലുള്ളാഹിയുടെ മോചിതത്താണ്. മോചിതത്ത് എന്നതിന്റെ നിർവചനം പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അസാധാരണമായ ഒരു സംഭവം ഉണ്ടാവുക, നബുവത്ത് വാദം ഉന്നയിച്ചതിന്റെ ശേഷമാവുക, മറ്റുള്ളവർക്ക് മറ്റാർക്കും അതിനെ എതിരായി മറ്റൊന്നും അതിനോട് തുല്യമായ മറ്റൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതായിരിക്കുക എന്നിങ്ങനെ തുടങ്ങി ചില നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നിബന്ധനകളെല്ലാം ഈ കാലഘട്ടങ്ങളിൽ എപ്പോ തന്നെ റസൂലുള്ളാഹിൽ നിന്നുണ്ടായാലും അതൊക്കെ മോചിതത്താണ്. ഇതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് പലതും ഉണ്ടായി. ജീവിതകാലത്തിന് ശേഷം ഉദാഹരണമായി റസൂലുള്ളാഹിയുടെ ജുബ്ബ, റസൂലുള്ളാഹി ധരിച്ചിരുന്ന ജുബ്ബ ബഹുമാനപ്പെട്ട ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടായിരുന്നു. ആളുകൾക്ക് സുഖമില്ലാതെയായാൽ ഈ ആളുകൾ പാത്രത്തിൽ വെള്ളവുമായി വരും. ഈ ജുബ്ബൊന്ന് അതിൽ മുക്കിക്കൊടുക്കും. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് യുസ്തശ്ഫാ ബിഹ, അതുകൊണ്ട് അസുഖം മാറാറുണ്ട്, ശിഫ കിട്ടാറുണ്ട്. ഇത് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്.
ഇതൊരു ഉദാഹരണമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ഇതേ പ്രകാരം നിലനിൽക്കുന്നു. ആരുടെയെങ്കിലും സാധാരണ ഒരാളുടെ ജുബ്ബ വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് വെള്ളം കുടിച്ചാൽ അസുഖം ഉണ്ടാവും, ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതല്ല സംഭവിക്കുന്നത്. അസാധാരണമായ ഒരു സംഭവം ശിഫയാവുക എന്ന് സംഭവിക്കുകയാണ്. അഥവാ അതൊരു മുഅ്ജിസത്താണ്. മുഅ്ജിസത്തിന്റെ നിർവചനത്തിന്റെ പരിധിയിൽ അത് വരുന്നു. ഇങ്ങനെ നിലനിൽക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് വന്നുകൊണ്ട് മദീനത്ത് വലിയ ഒരു വരൾച്ച സംഭവിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, വിഷമം പറഞ്ഞു, മഴയില്ലാത്ത വിഷമം പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫിന്റെ മുകളിലുള്ള മറ അല്ലെങ്കിൽ ആ മേൽക്കൂര അങ്ങോട്ട് നീക്കിക്കളയാൻ, അതങ്ങോട്ട് മാറ്റുക, അവിടെ മറയില്ലാതിരിക്കുക. ആകാശത്തിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫിന്റെയും ഇടയിൽ മറയില്ലാത്ത ഒഴിവാക്കി ഇടുക എന്ന് പറഞ്ഞു. അത് ചെയ്തപ്പോൾ മഴ ലഭിച്ചു, വളരെ ശക്തമായ മഴ ലഭിച്ചു. മദീനത്തുണ്ടായിരുന്ന ദാരിദ്ര്യവും വരൾച്ചയും ഒക്കെ നീങ്ങിപ്പോവുകയും പുൽപുഷ്പങ്ങളൊക്കെ മുളക്കുകയും ചെയ്തു. ഇമാം ദാരിമി തന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു സംഭവമാണത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിസത്താണത്. ഇതുപോലെ പല മോചിസാത്തുകളും കാണാൻ കഴിയും. പല ഉദാഹരണങ്ങളും നമ്മുടെ ഉസ്താദുമാർ പറയുകയും ചെയ്തല്ലോ. ഇതൊക്കെ നിലനിൽക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ, നേരത്തെ ഒരാൾ ചോദിക്കുകയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിസത്തിൽ ഏതാ നിലനിൽക്കുന്നത്, ഖുർആനില്ലാതെ ഏതാ ദഅവത്തിന് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. എല്ലാം ദഅവത്തിന് പറ്റുന്നതാണ്. ഇതൊക്കെ ദഅവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ദഅവത്തിന് വേണ്ടി ഉണ്ടായതുമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന പല സംഭവങ്ങളും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പലതും ചരിത്രത്തിൽ പലതും സംഭവിക്കുകയും ചെയ്തു, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ ദഅവത്തിനുള്ളത് തന്നെയാണ്. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായി ഖുർആനല്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല എന്നത് വളരെ അബദ്ധജടിലമായ വിവരക്കേടിൽ നിന്ന്, അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായ ചില മനഃപൂർവ്വമുള്ള ദുരുദ്ദേശത്തിൽ നിന്ന് വന്നതല്ലാതെ ഒരു വിവരമുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ പോലും പറയാത്ത വിവരം കെട്ട വാദമാണ്, നിലപാടാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതിന് ന്യായീകരിക്കുന്നവരും അതിനും ഇപ്പോഴും മൗനം സമ്മതം കൊടുക്കുന്നവരും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അവരവരുടെ അനുയായികളെയെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടുന്ന ബാധ്യത അവർക്കുണ്ട്. അതും ഇല്ലാതിരുന്നാൽ, ഇനിയിപ്പോ നാളെ യോഗം കൂടിയിട്ട് ഞങ്ങൾ 35 കൊല്ലായിട്ട് 25 കൊല്ലായിട്ട് ഉസ്താദിന്റെ കൂടെ തന്നെയാണ്, അതായിരിക്കും ഇതിനൊക്കെ മറുപടി. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ നാളെ യോഗം കൂടിയിട്ട് പറയും 25 കൊല്ലായി ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ. കൂട്ടരെ അതല്ല ചോദിച്ചത്. ഇവിടെ പറഞ്ഞ ചർച്ച ചെയ്ത വിഷയത്തിൽ എന്താ നിങ്ങളുടെ സംഘടനയുടെ നിലപാട് എന്നാണ് ചോദിച്ചത്. അതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുമല്ലെങ്കിൽ ഞങ്ങൾക്ക് SSFകാരായ അല്ലെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തകരായ അനുകൂലികളായ ആളുകളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലുതല്ല ആരും. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് വലുത്. അതൊന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് ആലോചിക്കുന്നത് അവരവർക്ക് നന്നായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ പോലും നിഷേധിച്ച് ഇവരെവിടേക്കാണ് പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കളിച്ചവരെ ആരും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. അവരെ അള്ളാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കൂട്ടർ തൗബ ചെയ്യുന്നില്ലെങ്കിൽ അത് അവർ അനുഭവിക്കേണ്ടി തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ഇത്തരക്കാർ പാഠം പഠിക്കുന്നത് അവരവർ നന്നായിരിക്കും. സാധാരണക്കാരായ ആളുകൾക്ക് ഇത്രയും വ്യക്തമായി അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ട്, വളരെ വ്യക്തമായ കാര്യങ്ങൾ ഒരു സംശയവുമില്ലാതെ കാണിച്ചു കൊടുത്തിട്ട്, ഇനിയും ഞങ്ങൾക്കറിയില്ല ഉസ്താദ് എങ്ങനെ പറഞ്ഞു എന്ന പേരിൽ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നാളെ ആ മുഖം കൊണ്ടുവരാമെന്ന് ആരും പൂതി വെക്കണ്ട. അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എപ്പോഴും നമുക്ക് വലുത്. അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യം ഞാൻ ചെയ്തു. പൊന്മള ഉസ്താദ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ശേഷം
അതിൽ പ്രത്യേകത ഒന്നുമില്ല. മോചിതത്ത് തങ്ങളുടെ മോചിതത്ത് മരണത്തിന് ശേഷം ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന്. പക്ഷെ ഈ ഒരു കാര്യം ജിഷാൻ മാഹിയുടെ ഒരു ക്ലിപ്പ് മുഖാന്തരാണ് നമ്മളൊക്കെ കേട്ടത്. അദ്ദേഹം ഇത്ര കാലമായിട്ടും എവിടെങ്കിലും ഏതെങ്കിലും പൊതുവെയിലോ എവിടെയും ഇതിനെ അംഗീകരിക്കുകയോ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുകയോ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇനി ജിഷാൻ മാഹിയുടെ ക്ലിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന്റെ അടുത്ത് തന്നെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് അതൊക്കെ കളവാണെന്ന് അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് മാത്രം വെച്ചും കൊണ്ട് എങ്ങനെ വാദിക്കാൻ പറ്റും? അദ്ദേഹം പൊതുജീവിതത്തിൽ എവിടെയും അങ്ങനെ ചെയ്തതായിട്ട് കാണുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, കുഞ്ഞി അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പിന്റെ ഒരു മുറിയല്ല, അദ്ദേഹത്തിന്റെ പരിപൂർണമായ സംസാരം, ചോദ്യവും ഉത്തരവും അതിനു മുമ്പും അതിനുശേഷവും ഒക്കെ ഉള്ള വിശാലമായ മണിക്കൂറുകളുള്ള ക്ലിപ്പുകളുടെ ഭാഗമാണ് അവർ. അത് പോകട്ടെ, അത് ന്യായീകരിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് സുന്നി ഗ്ലോബൽ വോയിസ് എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ക്ലാസ് റൂമിൽ ഇന്നും അവരുടെ പരിപാടികളും പൊന്മളയുടെയും എപിയുടെയും ഒക്കെ പരിപാടിയും അവരൊക്കെ ഡയറക്റ്റ് വന്ന് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട KKM സൈദി ചെയർമാനായിരിക്കുന്ന അവരുടെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നടന്ന അവരുടെ ഉലമാ ഉംറ കോൺഫറൻസുകളിലൊക്കെ സംസാരിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ വലിയ പരിപാടികളിലൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട KKM സൈദി അധ്യക്ഷനായ അവരുടെ ക്ലാസ് റൂമിൽ ഇപ്പോഴും അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. ഈ നിമിഷം പോലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് ജസ്റ്റ് ഞാൻ ഒന്ന് കേട്ട ഒരു കേൾവി എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളോട് ഞാൻ ഉണർത്തുകയാണ്. അതിൽ പറയണത് ഈ മുടി കത്തൂര എന്നുണ്ടെങ്കിൽ എന്നാ മുജാഹിദിനെയൊക്കെ സുന്നിയാക്കാൻ കഴിയുമല്ലോ, ജമാഅത്ത് ഇസ്ലാമിനെ സുന്നിയാക്കാൻ കഴിയുമല്ലോ, അതാണ് കത്താത്തത് കാണിച്ചു കൊടുത്താൽ പോരെ. അത് കത്താത്തത് കാണിച്ചു കൊടുത്താൽ പോരെ, അവരെ സുന്നിയാക്കാൻ കഴിയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, അങ്ങനത്തെ ഒരു ഹുസൂസിയത്ത് പ്രവാചകനില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് ഈ നിമിഷം പോലും ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന്റെ തൊട്ട് പിറകിലായിപ്പോലും ഞാനത് കേട്ടു. ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനോട് ഞാനത് ചാറ്റിൽ പറഞ്ഞ് ചാറ്റ് അവസാനിപ്പിച്ച സമയത്താണ് നിങ്ങളോട് ചോദ്യം വന്നത്. കാര്യമല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം നടത്തിയ രചന, അദ്ദേഹത്തിന്റെ ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയ രചനയാണത്. ഈമാൻ കാര്യം 5 ആയി അദ്ദേഹം ചിത്രീകരിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിനെ ആ രൂപത്തിൽ ഗ്രന്ഥരചന നടത്തുന്ന ആളുകളെ കുറിച്ച് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത് അത് സുന്നത്ത് ജമാഅത്തിനെതിരും അതുപോലെ തന്നെ അത് തനിച്ച വിധേയത്വമാണ് എന്ന് ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതാണ്. അങ്ങനെ പല തെളിവുകളും. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിശാലമായ മണിക്കൂറുകൾ കണക്കിലുള്ള അദ്ദേഹത്തിന്റെ ചില സ്വകാര്യമായ ക്ലാസുകൾ പോലും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ളത് വ്യക്തമായ തെളിവുകളായി നമ്മളെ കയ്യിലുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതായിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ തലയും വാലുമില്ലാത്ത ചില ക്ലിപ്പുകൾക്കാണ് സാധാരണ ക്ലിപ്പ് എന്ന് പേര് അറിയപ്പെടുന്നത്. എന്നിട്ട് അതല്ല, പരിപൂർണമായും അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗമാണ്. അത് മുഴുവൻ നമ്മളെ ക്ലാസ് റൂമിൽ ദിവസങ്ങളോളം കേൾപ്പിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അത് മുഴുവനായിട്ട് അതിൽ നിന്ന് ഒന്നും അരയും എവിടെയും കട്ട് ചെയ്യാതെ ആരും നിഷേധിച്ചില്ല. MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, അവരുടെ ക്ലാസ് റൂമിലെ ആളുകൾ അത് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? MA ഉസ്താദ് പറഞ്ഞത് ന്യായീകരിക്കുകയാണ്. പൊന്മള അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പൊന്മള പറഞ്ഞതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിമിഷം പോലും അത് ന്യായീകരിക്കാണ് കേൾവിക്കാരൻ, ഈ നിമിഷം പോലും. അതുകൊണ്ടല്ലേ ഒരു വഹാബി എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അടിത്തറ തകർത്തു എന്നൊക്കെ. ഇപ്പോഴും നിങ്ങൾ അവിടെ പോയാൽ അത് വാദിച്ചു കൊണ്ടിരിക്കുന്ന കേൾവിക്കാരൻ ചോദ്യം ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കേൾവിക്കാരൻ പറയും ഒക്കെ മുറിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയിക്കട്ടെ, കൊണ്ടുവന്ന് കത്തിക്കട്ടെ. ഇങ്ങനെ പരസ്യമായി അദ്ദേഹം അവിടെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് കേൾക്കാൻ കഴിയും. നാളെ എപ്പോഴെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ കേൾവിക്കാരനോട് ചോദിച്ചാൽ കേൾവിക്കാരൻ അതിന്റെ ഉത്തരം പറയും. ഇതേ മറുപടിയെ കേൾവിക്കാരൻ. അപ്പൊ ഇത് അവരുടെ ക്ലാസ് റൂമിന്റെ ഔദ്യോഗികമാണത്, ഔദ്യോഗിക ഭാഷയും അവരുടെ ക്ലാസ് റൂമിൽ അഡ്മിനാ.
ചില്ലറക്കാരനല്ല. അതൊരു പിന്നെ അദ്ദേഹം സക്കാഫിയാണ് അല്ലേ, സക്കാഫിയാണ്. ബന്മളുടെയും പിന്നെ കാന്തപുരത്തിന്റെ ഒക്കെ ശിഷ്യനാണ്. അന്നവിടെ പോയി നോക്കിയും അവിടെ പോയാൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നവർക്ക് ഇപ്പോഴും വളരെ ആധികാരികമായി അഡ്മിൻ ചിഹ്നം ഇട്ടുണ്ട്. ഏതെങ്കിലും ആൾ വന്ന് ചോദ്യം ചോദിക്കല്ല. ഇതില് പിന്നെ യാസുറൂർ അല്ലെങ്കിൽ എന്താ അറുറൂബി അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ അതുപോലെ പിന്നെ ഒരാൾ വന്ന് പറയുന്നല്ല. തലയിക്കെട്ട് കെട്ടി അഡ്മിൻ ചിഹ്നം മുട്ടിട്ട് ഒരു മൗലവി ഈ ആദർശപരമായ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അത് നമ്മളെ പറഞ്ഞിട്ടില്ല എന്നോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പോലുമല്ല പറയുന്നത്. പറഞ്ഞതും പിന്നെ ഉദ്ദേശിച്ചതുമൊക്കെ അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളിക്കുന്നത്, എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മനസ്സിലാക്കണം എന്ന് മാത്രം ഇത് സംബന്ധമായി നിങ്ങളോട് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദന്മാർ ഇവിടെ സാധാരണ സാധാരണ ഉണ്ടാവലില്ലാത്ത ഉസ്താദന്മാർ ഉള്ളത് കൊണ്ട് തന്നെ സമസ്തയുടെ യുവ പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമായി എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അബ്ദുൽ മജീദ് എന്നാണ് എന്റെ പേര്. അബുദാബിയിലാണ് ഇപ്പോൾ ഉള്ളത്. കർണാടകയുടെ പുത്തൂരിലാണ് താമസം. ഞാൻ മൈക്കെടുത്തത് ഞങ്ങൾ ഈ മുടിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ, ഈ മുടിയെപ്പറ്റി ആധികാരികരെ പറ്റി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മുടിയെ ഒരു യാഥാർത്ഥ മുടിയാക്കാൻ, അല്ലെങ്കിൽ ആ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പല തട്ടിപ്പുകളും പല കള്ളത്തരങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിതത്ത് മരണപ്പെട്ടതിന് ശേഷമോ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മോചിതത്ത് ഉണ്ടാവുകയില്ല, അങ്ങനെ ഉള്ളത് മോചിതത്തായി ഉള്ളത് ഖുർആൻ മാത്രമാണ് എന്നറിഞ്ഞു. അതിനപ്പുറം ഇവര് മറ്റേ കാബയിലുള്ളതായ ഹജറുൽ അസ്വദ് മറ്റേ ശത്രുക്കൾ എടുത്തുകൊണ്ടുപോയി, ഷിയാറിൽപ്പെട്ടതായ കൂട്ടം എടുത്തുകൊണ്ടുപോയി 20 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഏതോ ഒരു കല്ല് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഏതോ ഒരു കല്ല് കൊണ്ടുവന്ന് തിരിച്ചു വെച്ചു. അതിന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നും അവർ കേൾക്കുന്നുണ്ട്. എനിക്കൊരു മനസ്സിന്റെ ഉള്ളിൽ ഒരു ആശങ്കയും ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു പേടിയും, മുസ്ലിമാണെന്ന നിലയ്ക്ക് ഒരു പേടിയും വരികയാണ്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ചർച്ച ചെയ്യുകയും ആധികാരികതയെപ്പറ്റി അവരോട് ചോദിക്കുകയും പോയാൽ ഇവര് ഇത്രത്തോളം പറഞ്ഞവര് ഇതുവരെ സംശയമില്ലാത്ത ഹജറുൽ അസ്വദിനെ പോലും സംശയത്തിന്റെ നിഴലിൽ കാണാനും അതിനെ സംശയിക്കുവാനുള്ള കാരണങ്ങൾ ഇടവരുത്തുന്ന ഇവര് ഇനിയൊരു സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല, ബുറാക്കിനെ മാത്രമാണ് തിരിച്ചയച്ചത് എന്നും പറയാൻ മടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു. എന്നാൽ ഇങ്ങനെ പോയാൽ ഞങ്ങൾ ആധികാരികതയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെയെല്ലാം പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പല സംശയങ്ങൾക്കും ഇടയാക്കുമ്പോൾ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ എന്നുള്ളതായ ഒരു ആശങ്കയും പേടിയും എനിക്കുണ്ട്. അതിനുള്ളതായ മറുപടി പണ്ഡിതന്മാരായ ഉസ്താദന്മാർ തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രം അങ്ങനെയുള്ളതായ ഒരു ആശങ്ക, ഒരു പേടിയും ഉണ്ടെങ്കിലും ഇവിടെ എല്ലാം തനിനിരവും പുറത്താകട്ടെ എന്നുള്ളതായ ഒരു തോന്നലും ഉണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ലോകത്തും രക്ഷിപ്പിക്കട്ടെ. അള്ളാഹു എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളെല്ലാം ദുആ ഞങ്ങളുടെ ആലിമ്യങ്ങൾക്കും ഉസ്താദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ദുആരുന്നുകൊണ്ട് ഞാൻ നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്, ഇപ്പൊ തരാം, മൈക്ക് തരാം. ഗഫൂർ അൻവരി മൈക്ക് വന്നിട്ടേ ഇതൊന്ന് ഗഫൂർ അൻവരി മൈക്കിലേക്ക് വന്നിട്ട് ഒന്ന് പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. ഒരു ഇതിനല്ലേ ഗഫൂർ അൻവരി മൈക്കിലേക്ക് വന്നിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ പോകാൻ. ബാക്കി ഇൻഷാ അല്ലാഹ് സുന്നിയ CKP ഒക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു കൺക്ലൂഷൻ അല്ലേ ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ക്ലാസും അതിനുശേഷം നടത്തുന്ന ചർച്ചയുമൊക്കെ വളരെ മനോഹരമായി നമുക്കും നമ്മുടെ ശ്രോതാക്കൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി.
അതോടൊപ്പം KICRനെ വെല്ലുവിളിച്ച ഒരാളുടെയും ഒരു തരി പോലും നമ്മുടെ റൂമിലോ അതല്ലെങ്കിൽ നമ്മോട് ചോദ്യം ചോദിക്കാനോ കണ്ടില്ല എന്നുള്ളതും ഏറ്റവും ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേൾവിക്കാരനാണെങ്കിലും കേൾവിക്കാരന്റെ മുരീദന്മാരാണെങ്കിലും നവവഹാബി പൊന്മളയാണെങ്കിലും മുടി തട്ടിപ്പുകാരൻ സാക്ഷാൽ കാന്തപുരമാണെങ്കിലും ആ കാന്തപുരത്തിന് ഓശാന പാടുന്ന മറ്റേത് വിഭാഗമാണെങ്കിലും ആരാണെങ്കിലും ശരി, നമുക്കൊരു കാര്യം തീർത്തു പറയാൻ സാധിക്കും. ഇൻഷാ അല്ലാ സമസ്തയുടെ ഖാദിമീങ്ങളാകുന്ന KICRന്റെ മുന്നിൽ വന്നുകൊണ്ട് KICRൽ വന്നുകൊണ്ട് സമസ്തയുടെ ഖാദിമീങ്ങളെ ആശയപരമായി ചോദ്യം ചെയ്തുകൊണ്ട് തളർത്താൻ ഇന്ന് ഭൂലോകത്ത് ഒരു പടപ്പിനും സാധ്യമല്ല. ഒരു പടപ്പിനും സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമ്മുടെ സന്ദർഭമാണ്, ഇത് നമ്മുടെ അവസരമാണ്. ഇത് നമ്മൾ സമസ്തക്കാരുടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളുടെ, സമസ്തയെ സ്നേഹിക്കുന്നവരുടെ അവസരമാണിത്. ഇന്ന് ഒരു സംഘടനക്കും ആശയപരമായി നിവർന്നു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ എല്ലാ സംഘടനകളും ഓരോ തരത്തിലുമുള്ള ഭീഷണികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാമല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഏതോ ഒരു മൗലവി ഷൂറാംഗം, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, സോൾഡാറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഹാബികൾ അവർ പരസ്പരം കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ പേരിലോ ഷിർക്കിന്റെ പേരിലോ സുന്നികളെ വിമർശിക്കാൻ യാതൊരു പഴുതുമില്ലാത്ത വിധം ഇന്ന് നാരിഫ്തലാത്തിന് വേണ്ടി വാദിക്കുന്നത് വഹാബികളാണെന്ന് പറയുമ്പോൾ വഹാബിസം എവിടെ എത്തി? ഇനി മറ്റു വിഭാഗമുള്ളത് ഈ മുടിയന്മാരാ. സുന്നത്തി ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് സുന്നത്തി ജമാഅത്ത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളാ. ഇന്ന് അവർക്ക് ഞാനൊരു AP സുന്നിയാണ്, ഞാനൊരു SSFകാരനാണ് എന്ന് അന്തസ്സോടുകൂടി തല നിവർത്തിക്കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിൽ ആ സമൂഹം ആകെ വൃത്തികേടായിരിക്കുകയാണ്. കളവും കളവിന്റെ മേൽ കളവും കളവും കളവിന്റെ മേൽ കളവുമായിക്കൊണ്ട് ആകെ വൃത്തികേടായിരിക്കുകയാണ്. എത്രത്തോളം വഹാബികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അവരുടെ SVSന്റെ പ്രസിഡന്റോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളോ മുഅ്ജിസത്ത് കറാമത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോ ബഹുമാനമുള്ള സഹോദരന്മാരെ, എവിടെ എത്തി നിൽക്കുന്ന പ്രസ്ഥാനം? ഇതൊക്കെ എന്തിനു വേണ്ടി? ആ കള്ളമുടിക്ക് അടിസ്ഥാനം കാണാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ആശയപരമായി യാതൊരു ന്യൂനതയും വൈകല്യവും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത പ്രസ്ഥാനം ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅൽ ആഫിയ, ബഹുമാനപ്പെട്ടവരും മഹാനായ ചെറുശ്ശേരി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅൽ ആഫിയ അവർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ബഹുമാനമുള്ളവരെ, സമസ്തയുടെ ഖാദിമീങ്ങളായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സത്യപ്രസ്ഥാനത്തിന്റെ ഖാദിമീങ്ങളായിക്കൊണ്ട് നമ്മെ ജീവിപ്പിച്ച് ഹഖിലായിക്കൊണ്ട് മരണപ്പെടാൻ, ഈമാനോടുകൂടി മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്, ആ ക്ലാസ്സിന് ശേഷം നടന്ന ചർച്ചകൾ, അതിൽ പങ്കെടുത്ത ഉസ്താദുമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച, ഈ ക്ലാസ്, അതിനോടനുബന്ധിച്ച ചർച്ചയും നമുക്കിവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. ആര് സുന്നത്ത് ജമാഅത്തിന്റെ KICRന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആര് എപ്പോ വന്നാലും ഇൻഷാ അല്ലാഹ് അവരെ നേരിടാൻ KICRന്റെ സമസ്തയുടെ ഖാദിമീങ്ങൾ, KICRന്റെ പ്രവർത്തകർ ഒരുക്കമാണ് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് നീങ്ങാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനത് നേരത്തെ മൈക്കെടുത്താണ് ഉസ്താദ് പറഞ്ഞപ്പോൾ അത് ശേഷം എടുക്കാൻ വിചാരിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് മുന്നേ STVയിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ ഇതേ അവസ്ഥയാണ്. അബ്ദുൽ സ്ഥാനത്ത് ചോദിച്ചു കാണാനാണ് അവിടെ വെല്ലുവിളിക്കുന്നത്. വളരെ ദയനീയ അവസ്ഥയാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന മുടി കളവ്
പറഞ്ഞുകൊണ്ട് കൊണ്ട കള്ളമെടുക്കുന്ന ഈ STB എന്ന് പറയുന്ന ഈ ക്ലാസ് റൂം എന്തിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ് നടക്കും എന്നാണ് എനിക്ക് നിൽക്കാനുള്ളത്. വളരെ വിചാരിതനായി മാത്രം എനിക്ക് പറയാനുള്ളത്, വളരെ താഴ്വയോടുകൂടി പറയട്ടെ, എന്തിനാണ് ഇവർ ഇങ്ങനത്തെ ഈ പരിപാടിക്കുന്നത്? അബ്ദുൽ അസ്വദിന്റെ സ്ഥലമാണ് ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുന്നേ ഈ പറയപ്പെട്ട ഈ കേൾവിക്കാരെന്ന് പറയാം, അയാൾ സുന്നിയാണ്, എവിടുന്നാണ് അയാൾ വരുന്നത്? എന്തിനാണ് അയാൾ ദീനെ പറപ്പിക്കുന്നത്? മഹാനായ ശംസുല്ലമ പറഞ്ഞ ഒറ്റ വാദം ഞാൻ പറയണേ, അള്ളാന്റെ ദീൻ അവനില്ല എന്ന് ജനം പറയും. ഈ വാചകം കേരളത്തിൽ ലോകത്തന്നെ മൊങ്ങി കേൾക്കണം. ഇവരൊക്കെ പിരിച്ചുവിട്ടിട്ട് ആരെന്താ പണിക്ക് പോകുന്നതാണ് നല്ലത് മാത്രം സാന്ദ്രതയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു പിന്നെ 2 ദിവസം മുമ്പ് മറുപക്ഷത്തിന്റെ ക്ലാസ് റൂമില് ഞാൻ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു വാദം കേട്ടു. നമ്മുടെ പൊന്മള ഉസ്താദ് പറഞ്ഞ കാര്യം ചേളാരി വിഭാഗത്തിന് മനസ്സിലായിട്ടില്ല എന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ കറാമത്തുകൾ മോചിതത്തുകൾ 3 വിധമാണെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖവാരിയായ കാര്യങ്ങൾ 40 വയസ്സ് വരെ ഒരു പേരും 40 വയസ്സ് മുതൽ വഫാത്ത് വരെ മറ്റൊരു പേരും വഫാത്തിന് ശേഷം 3ാമതൊരു പേരുമാണ്. അതാണ് പൊന്മള ഉസ്താദ് ഉദ്ദേശിച്ചതും പറഞ്ഞതും. വഫാത്തിന് ശേഷമുള്ളതിന് ഒരിക്കലും മോചിതത്ത് എന്ന പദം ഉപയോഗിക്കുകയില്ല. ഈ പദത്തെ പോലും ചേളാരികൾക്ക് ഉപയോഗിക്കുവാൻ അറിയില്ല എന്നാണ് ആ ക്ലാസ് റൂമിൽ നിന്നും പറഞ്ഞത്. പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ല സുഹൃത്തെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് വഫാത്തിന് ശേഷം ആകെയുള്ളൊരു അത്ഭുതം എന്ന് പറയുന്നത് അത് ഖുർആൻ മാത്രമാണ്. പ്രവാചകന്റെ കാരണം ചോദ്യത്തിന് മറുപടി മുമ്പിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ കത്തും അതോ കത്തുകയില്ല. ഇതിന് കത്തുമെന്ന മറുപടി പറഞ്ഞുകൊണ്ടാണ് കത്തുകയില്ലെന്ന കാന്തപുരത്തിന്റെ വാദഗതിയെ ഞാൻ തള്ളുന്നു, ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊന്മ പറഞ്ഞത്. അപ്പോ ഇത് ബഹുമാനപ്പെട്ട വാക്കവി പുസ്തകമൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു നിലനിൽക്കുകയില്ല, അല്ലെങ്കിൽ പിന്നെ ആ പേര് പറയുകയില്ല എന്നല്ല പറഞ്ഞത്. ഇതിന് മുഅ്ജിസത്ത് എന്ന് പറയുകയില്ല എന്നല്ല പറഞ്ഞത്. അതിന് കറാമത്ത് എന്നാണ് പറയുക എന്നല്ല പറഞ്ഞത്. അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്ന് പറഞ്ഞത്. പേരെന്ത് പറഞ്ഞാലും അങ്ങനെ സംഭവം തന്നെ ഇല്ല, അതാണ് മൂപ്പര് പറഞ്ഞത്. മുഅ്ജിസത്തില്ല എന്ന് മുഅ്ജിസത്തില്ല, പക്ഷെ അത് കറാമത്തുകളാണ് ഉള്ളത് എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം തന്നെ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? മുടി കത്താത്തത് കറാമത്താണെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷം വഫാത്തിന് മുമ്പ് കത്താത്തത് അത് മുഅ്ജിസത്തും വഫാത്തിന് ശേഷം കത്താത്തത് കറാമത്തുമാണെന്നാ പറയേണ്ടത്. അതങ്ങനെയല്ല മൂപ്പര് പറഞ്ഞത്. വഫാത്തിന് ശേഷം കത്തുന്ന പറഞ്ഞത്. കത്തൂല എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ വാദഗതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല, ഹുക്കുമിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാ മൂപ്പര് പറഞ്ഞത്. ഇനി എന്താ പറയേണ്ടത്? അതിന് 3 പേരാ പറയാം. 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തിരുശേഷം കത്തൂലെങ്കിൽ അതിനൊരു പേര് പറയാം. എന്ത് അല്ലെ? ഒരു അത്ഭുതകരമായ ഒരു സംഭവം എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരു ആയത്ത് എന്ന് പറയാം. രണ്ടാമത്തിന് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ കത്താതിരിക്കുന്ന സംഭവത്തിന് മുഅ്ജിസത്ത് എന്ന് പറയാം. 63 വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം കറാമത്ത് എന്ന് പറയാം. ഇങ്ങനെയാണ് പറയപ്പെടേണ്ടത് എന്നല്ലല്ലോ ഈ ഡാഷ് വിള പറഞ്ഞത്. പിന്നെ എന്താ മൂപ്പര് പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തിരുശേഷം കത്തുകയില്ലെന്ന കാന്തപുരത്തിന്റെ വാദഗതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല, ആ ഹുക്കം ഞാൻ തള്ളിക്കളയുന്നു. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല, ഇല്ല ഖുർആൻ അല്ലാതെ എന്നാ മൂപ്പര് പറഞ്ഞു.
ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെ? യാ സുറൂർ വ്യക്തമായോ കാര്യം? നിങ്ങൾക്ക് ബോധ്യായോ? അവരെ നടത്തിക്കൊണ്ട് ഓക്കെ അൽഹംദുലില്ലാഹ്. ഞാനത് സുന്നന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് തന്നെ ഞാനത് കത്തിച്ചു. അത് കത്തി. ഞാൻ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ ചെയ്തിരിക്കണില്ല. കാരണം കത്തൂലാണ് സുഖാന അയാൾക്ക് കണ്ട. ഞാൻ ഏൽപ്പിക്കാതെ പറഞ്ഞ ആൾക്കുന്നത് ഞാൻ ചെയ്തിരിക്കണില്ല. കാരണം കത്തൂലാണ് സുഖാന അയാൾക്ക് കണ്ട. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. എന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന സുഖാൻ മജിദാത്തിൽ നിന്ന് സിയാമ് വരെ നിൽക്കണം എഴുതിയിട്ട് ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. എന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന സുഖാൻ മജിദാത്തിൽ നിന്ന് സിയാമ് വരെ നിൽക്കണം എഴുതിയിട്ട് ഖുർആൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിന്നെ വേറെ കാര്യം കൂടി ഷുവർ. മിഞ്ഞാന്ന് കേട്ടതിൽ നിന്ന് പിന്നെ കേൾവിക്കാരൻ മാറിയിട്ടുണ്ട്. മിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. മിഞ്ഞാന്ന് അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞിരുന്നത്. അതായത് അതിന് കറാം പിന്നെ മുഅ്ജിസത്ത് എന്ന് പറയില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിന്റെ വിശദീകരണം അങ്ങനെ വളരെ വ്യക്തമായി മുഅ്ജിസത്ത് എന്ന് പറയില്ലേ എന്നുള്ളതല്ല ചർച്ച, അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച. എന്ത് പേര് പറഞ്ഞാലും എന്ന് കൃത്യമായി പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറി. ഇന്നിപ്പോ കേൾവിക്കാരൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉണ്ടാവൂല, ഒന്നുമില്ല, ഉണ്ട് തെളിയിക്കാൻ പറ്റുമോ? മുടി കത്തിച്ച് കാണിച്ചു കൊടുത്ത ആൾക്കാരെന്നാ സ്വന്തമായിട്ട് വരൂലേ, അല്ലെങ്കിൽ ദീനിക്ക് വരൂലേ, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കൂല. ഖുർആൻ അത് അള്ളാന്റെ തൗഫീഖോടുകൂടി നമുക്ക് തെളിയിക്കാൻ കഴിയും, മറ്റൊന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു. സലാം ബാക്കി ഉസ്താദ് ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സലാം ബാക്കി ഉസ്താദ് പോയിണ്ടാവൂലേ? ഓക്കെ പറയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ ക്ലാസ് കൊണ്ട് കിട്ടിയ വളരെ ഒരു നല്ലൊരു കാര്യമാണ്. ഇന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പൊന്മളയെ ന്യായീകരിക്കാൻ അത് നടക്കൂലെന്ന് ബോധ്യപ്പെട്ടപ്പോ പിന്നെ പോലും ആ വിശ്വാസം അത് ആളുകൾക്കിടയിൽ ശക്തമാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയപ്പോ അതല്ലാതെ കഴിച്ചിലാകുമോ നോക്കി നടക്കൂല മനസ്സിലായി. ഇപ്പൊ ഈ പാവപ്പെട്ട FP വിഭാഗത്തിന്റെ ആളുകളിലെ രണ്ട് കാര്യമുള്ളത്. അവരിന്ന് വലിയൊരു പ്രശ്നത്തിലാണ്. ഒന്ന്, കടലിനും ശൈത്താനും നടുക്ക. ശൈത്താനും നടുക്കുന്നാല് ഒന്ന് കള്ളമുടി കൊണ്ടുവന്ന കാന്തപുരം. ഈ കള്ളമുടിയെ അതിനെ പിന്നെ സംഘടനാ നയങ്ങൾക്ക് അതീതമായി റോങ് ആയ പരിപാടിയാക്കി കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കൂല എന്ന് പറയുന്ന പൊന്മളയെ അംഗീകരിക്കാനാണ് അവർ മനസ്സുകൊണ്ട് കൊതിക്കുന്നത്. ഈ കള്ളമുടി കൊണ്ടുവന്ന റസൂലുള്ളാന്റെ പിന്നെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് റസൂലുള്ളാന്റെ ഫളായിലുകളൊക്കെ പറഞ്ഞ് റസൂലുള്ളാന്റെ ബഹുമാനം കൊടുക്കുന്ന അതിനെ ആദരിക്കുന്ന താലവൽ ബദറും ഷൊക്കെ ബെയ്ത്തൊക്കെ ചെല്ലുന്ന പരിപാടി അംഗീകരിക്കൂല, അതൊക്കെ റോങ് ആണ് എന്ന് പൊന്മള പറയുമ്പോൾ പൊന്മളയെ അംഗീകരിച്ചാലോ എന്ന് SSFകാരനടക്കമുള്ള ആളുകളുടെ ഒരുതരം മാനസികമായ ഒരു അഭിപ്രായം അതിനോട് വരികയാണ്. പക്ഷെ ആ സമയത്താണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയുടെ വഹാബിസം അദ്ദേഹത്തിന്റെ പുറത്തുകൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പൊന്മള സംഭവം ഇട്ടാൽ മുഴുവൻ വഹാബിസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ കടലാണെങ്കിൽ, ഇത് കലുഷിതമായ കടലാണെങ്കിൽ പൊന്മള എന്ന ശൈത്താനാണ് അപ്പുറത്തുള്ളത്. അതുകൊണ്ട് കടലിനും ശൈത്താനും ഇടക്കുപെട്ട ആളുകളെ പോലെയായി ഇന്ന് SSFകാരൻ എന്നുള്ള ഒരു ദുർഗതി സത്യത്തിൽ ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അല്ലേ, നിങ്ങൾക്കത് തോന്നിയില്ല? സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കാന്തപുരത്തിന്റെ ഈ കള്ളമുടിയാണെന്ന് തെളിയുകയും അതൊക്കെ മുസീബത്താണ്, റോങ് ആണെന്നൊക്കെ മനസ്സിലായപ്പോ കാന്തപുരം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊന്മള ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് ചെല്ലുന്ന സമയത്താണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയുടെ വഹാബിസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി കാന്തപുരം എന്ന് കലങ്ങി മറിഞ്ഞ കടലിന് അപ്പുറത്ത് അതിന് രക്ഷ തേടി പോകുമ്പോൾ എത്തിപ്പെടുന്നത് പൊന്മള എന്ന ശൈത്താനിലേക്കാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഭാഗം ഇന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആപത്തിനെ കുറിച്ച് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ ഈ തവണ ചിന്തിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.